ശരിയാണതെന്ന് മനസ്സിലായത്. ഒരു ഹിന്ദു മതം മാറുന്നതിന് മുമ്പ് എങ്ങനെയാണ്, മതം മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് ആലോചിക്കൂ. അവന് കല്ലിനെ ആരാധിച്ചു, മണ്ണിനെ ആരാധിച്ചു, തവളയെ ആരാധിച്ചു, പാമ്പിനെ ആരാധിച്ചു, എലിയെ ആരാധിച്ചു, തുളസിയെ ആരാധിച്ചു, ആൽമരത്തെ ആരാധിച്ചു. 27 നക്ഷത്രങ്ങൾ പ്രകാരം നക്ഷത്രവനം ഇതിന്റെ ഉള്ളിലുണ്ട്. ഓരോ വൃക്ഷങ്ങളെയും ആരാധിച്ചു. ഓരോ നക്ഷത്രത്തിലും ഓരോ വൃക്ഷങ്ങളെ അവൻ സങ്കല്പിച്ചു. അവൻ കാവുകളെ ആരാധിച്ചു, നദികളെ ആരാധിച്ചു, സാഗരത്തെ അമ്മയായി കണ്ടു, ഗംഗയെ അമ്മയായി കണ്ടു, ഭൂമി അമ്മയായി കണ്ടു, എല്ലാത്തിനെയും അമ്മയായി കണ്ടു. മതം അങ്ങോട്ട് മാറിയാൽ അവനെ പാപികളെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വഴി മാത്രമാണ് മതം എന്ന് പഠിപ്പിക്കും. നമുക്ക് സ്വർഗത്തേക്കാൾ വലുതാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗിരീയസി, ശ്രീരാമചന്ദ്രന്റെ ഉപദേശ. സ്വർണ്ണമയൂരമായ ലങ്ക കണ്ടപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, ഇവിടെ തങ്ങിയാലോ? മൊത്തം സ്വർണത്തിലായിരുന്നു. ഇത് കുബേരന്റെ സാമ്രാജ്യം. അന്ന് സ്വന്തമായിട്ട് വിമാനമുള്ള ആളാണ് കുബേരൻ. ആ വിമാനത്തിന്റെ പേര് നമുക്കറിയാം, പുഷ്പക വിമാനം. ഈ പുഷ്പ വിമാനത്തിൽ തന്നെയാണ് സീതാദേവിയെ കടത്തിക്കൊണ്ട് പോയത്. ആ സ്വർണമയൂര ലങ്കയെ കുറിച്ച് ഇത് നമുക്ക് എടുത്തുകൂടെ? സാധാരണ രാജാക്കന്മാർ ഈ യുദ്ധത്തിൽ ഒരു രാജ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജാവിനുള്ളതാണ്, സ്വാഭാവികമാണ്. പക്ഷെ വിഭീഷണനെ അധികാരമേൽപ്പിച്ച് അവിടുന്ന് ഒരു മണ്ണ് പോലും, ഒരു മണത്തരി പോലും എടുക്കാതെയാണ് രാമൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരീയസി, ഈ സ്വർണമയൂര ലങ്കയേക്കാൾ എത്രയോ പ്രിയപ്പെട്ടതാണ് ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഉപദേശം ലക്ഷ്മണന് കൊടുക്കുന്നത്. ജനിച്ചവണ്ണും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം. അങ്ങനെ എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പരസംസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കാവുകൾ വറ്റുന്നു, മരങ്ങൾ ഇല്ലാതാകുന്നു, ഒക്കെ സംഭവിക്കുന്നു. നോക്കൂ, നമ്മുടെ സർക്കാർ സാമൂഹ്യ വനവൽക്കരണം എന്ന പേരിൽ എല്ലാ വർഷവും ഈ മരങ്ങൾ കുഴിച്ചിടും. എവിടെ? റോഡിന്റെ സൈഡിൽ. റോഡ് ഓരോ വർഷം കഴിയുമ്പോൾ വികസിക്കും, ഈ മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റും. സത്യത്തിൽ ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളാണ് റോഡ് സൈഡിൽ മരം വെക്കുക. എന്തുകൊണ്ടാ? റോഡ് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. റോഡിന്റെ വളർച്ച നമുക്ക് തടസ്സപ്പെടുത്താനും സാധ്യമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പറ്റം ആത്മാർത്ഥതയുള്ള ആളുകൾ കുറ്റ്യാടിയിൽ നിന്ന് വടകരയിൽ വരെ ഏകദേശം 22 കിലോമീറ്റർ വൻ വൃക്ഷങ്ങൾ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ വെച്ചു. ഒരു 15 വർഷം മുമ്പാ. പക്ഷെ എല്ലാം മുറിച്ചു മാറ്റി. എന്തൊരു സങ്കടകരമായിരുന്നു. അപ്പൊ എവിടെയാണ് മരങ്ങൾ നമ്മൾ വെച്ചു പിടിച്ചത്? അത് കാവുകളിലായിരുന്നു. കാവുകൾക്കിടയിലൂടെ റോഡ് ഉണ്ടാവില്ല. കാവിനെ നമ്മളൊരു പേര് കൊടുത്തു, സർപ്പക്കാവ്. ഇവിടെ നാഗങ്ങളെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു. എന്നു നമ്മളെ കളിയാക്കുവാൻ പണ്ട് സായിപ്പ് പറഞ്ഞതാ, ഇവന്മാര് പാമ്പിനെ ആരാധിക്കുന്നവരാണെന്ന്. നോക്കൂ, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കുവാൻ അവകാശമുണ്ട്. മതങ്ങൾ പറയുന്നു ഭൂമിയുടെ അവകാശി മനുഷ്യനാണ്, അവന്റെ താഴെയാണ് ബാക്കിയെല്ലാം കിടക്കുന്നത്. അങ്ങനെയല്ല. സരസ്വതി ദേവിയുടെ വാഹനം പഴുതാരയായത് സരസ്വതി ദേവിക്ക് ഒരു ബെനസൊന്നും കിട്ടാഞ്ഞിട്ടല്ല. ഗണപതിയുടെ വാഹനം എലിയാകുന്നത്, ഗണപതി എന്ന് പറയുന്ന വലിയ ആനയുടെ സങ്കല്പം എലിയുടെ പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യുക്തിക്ക് ചേരുന്നതല്ല. പക്ഷെ ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായ ആനയും ഏറ്റവും നിസ്സാര ജീവികളിൽ ഒന്നായ എലിയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുക. അപ്പൊ അമ്മമാർക്കറിയാം, രാത്രി നിങ്ങൾ പാലിൽ മോര് ചേർത്ത് നോക്കൂ അല്ലേ? രാവിലെ അതെന്താവും? തൈരാവില്ല. എങ്ങനെയാ ആകുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ഈ പാലിൽ നടക്കുമ്പോഴാണ് പാലും മോരും ചേർന്ന് ഇത് രണ്ടും അല്ലാത്ത തൈരായി മാറുന്നത്. അപ്പൊ നമുക്ക് സൂക്ഷ്മാണു വേണ്ടേ? വേണം. ഒരു നെൽമണി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് കതിരായിട്ട്, അത് അരിയായിട്ട്, പലഹാരങ്ങളായിട്ട് നമ്മൾ കഴിക്കണമെങ്കിൽ ഈ നെൽമണിയെ മുളപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. അതാണ് കോടാനുകോടി സൂക്ഷ്മാണുക്കൾ. അതുകൊണ്ട് ഭാരതം പറഞ്ഞു, ഈശാ വശ്യമിതം സർവം, എല്ലാത്തിലും വസിക്കുന്നത് ഈശ്വരനാണ്. എവിടെയൊക്കെ? പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും. തത്വമസി, അത് നിന്നിലും. അഹം ബ്രഹ്മാസ്മി, അത് എന്നിലും. അണോരണീയാൻ, ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാൻ തന്നെ. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാൻ തന്നെ. എല്ലാത്തിലും ഞാൻ. അതാണ് ഈശ്വരൻ. സർവവ്യാപിയാണ്, സർവസ്പർശിയാണ്. ദാസരൻ പാടിയിട്ടില്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അതുകൊണ്ടായിരുന്നു പണ്ട് പ്രഭാതൻ ചോദിച്ചു, എവിടെയാണ് നിന്റെ ദൈവം കിടക്കുന്നതെന്ന് ഹിരണ്യകശി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ തൂണിലുണ്ട്. അവിടെയാണ് തൂണിൽ നിന്ന് നരസിംഹമൂർത്തി വന്നത്. അപ്പൊ നമ്മൾ അവിടെ ശ്രീരാമനെ തൊഴുതു, അയ്യപ്പനെ തൊഴുതു, അമ്മയുടെ ഭാവത്തിൽ ലോകത്തിലെ എല്ലാത്തിനെയും കണ്ടവരാ നമ്മൾ ഹിന്ദുക്കൾ.
ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിക്കുന്ന ഒരു ആചാരം നമുക്കുണ്ട്. ജനീവയിൽ കുറച്ച് വർഷം മുമ്പ് ലോക പരിസ്ഥിതി സമ്മേളനം നടത്തിയ, അപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കുന്നുകൂടുന്നു, പിന്നെ മലകൾ പുഴകൾ നശിച്ചു പോകുന്നു. എന്താണ് പ്രതിവിധി? പല ഐഡിയാസും പലരും പറഞ്ഞു. അപ്പൊ ജർമ്മനിയിലെ ഒരു പരിസ്ഥിതി ശാസ്ത്രകാരൻ പറഞ്ഞു, ഭാരതത്തിന്റെ കയ്യിൽ ഇതിലൊരു ഫോർമുലയുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഒരൊറ്റ മന്ത്രം മതി ഈ ഭൂമിയെ രക്ഷിക്കാൻ. അതേതായിരുന്നു? സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. രാവിലെ എഴുന്നേറ്റ് കൈവെള്ളയെ കണി കണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ ഒന്ന് തൊട്ട് വന്ദിച്ചു. അപ്പൊ ചോദിക്കുക, ഈ ജീവനില്ലാത്ത മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു മണ്ണിനെ തൊട്ട് വന്ദിക്കേണ്ടതുണ്ടോ? നോക്കൂ, നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയാൽ ഉടനെ തൊട്ട് വന്ദിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടോ? നമ്മുടെ നാട്ടിലില്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ അതൊരു പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചതല്ലത്. നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടു, അതുകൊണ്ട് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ മക്കളും ചെയ്തു. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? 5100 കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ തേര് തെളിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഭൂമിയെ തൊട്ടൊന്ന് വന്ദിച്ചു. അത് തന്നെയാണ് ഇപ്പൊ രാവിലെ ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്റ്റേറിംഗ് തൊട്ടൊന്ന് വന്ദിക്കും, ഈ ഇരുമ്പിനെ തൊട്ട് വന്ദിക്കുന്നു. ജീവനില്ലാത്ത ഈ ഇരുമ്പിനെ തൊട്ട് വന്ദിക്കുന്നു. സത്യത്തിൽ ഇതിന് ജീവനില്ല. നമ്മൾ ഓടിക്കുന്ന കാറിന് ജീവനില്ല, പക്ഷെ അത് ഇരുമ്പോട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ജീവനോടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഇതാണ്. അതുകൊണ്ടാണ് വാഹന പൂജയുണ്ട്. നമ്മൾ നവരാത്രിക്ക് വാഹന പൂജയിൽ ആയുധ പൂജയുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഉത്സവം. എല്ലാ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാം അവനവന്റെ വാഹനം തിരുമേനിമാരെ കൊണ്ട് തന്നെ പൂജിപ്പിക്കും. ആവശ്യത്തിന് ദക്ഷിണയും കൊടുക്കും. പിറ്റേ ദിവസം വാഹനങ്ങൾ കണ്ടാൽ നാട്ടിലെ വാഴകൾ മൊത്തം ഇങ്ങനെ വരികയാണെന്നൊക്കെ തോന്നും. ബസ്സൊക്കെ അങ്ങനെ അലങ്കരിച്ചിട്ടാണ് വരിക. അപ്പൊ ഇതൊക്കെ വലിയ ചടങ്ങുകളാണ്. ഈ ചടങ്ങിലൂടെ ആശയത്തെ മനസ്സിലാക്കണം. അമ്മയായി പ്രകൃതിയെ കാണുക. നമ്മൾ അമ്മയായി കണ്ടത് ആരൊക്കെയാണ്? ഭൂമിയെ തൊട്ട് വന്ദിച്ചു, ഭൂമിയോട് മാപ്പ് പറയുന്നു. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ. പർവ്വത സ്ഥനമണ്ഡലേ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ. ഇപ്പൊ കേരളത്തിൽ 44 നദിയുണ്ട്. ഈ 44 നദി എവിടുന്നാ വരുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തെ തകർത്തെറിയുകയാണ് പലരും. 7000 അനധികൃത ക്വാറികളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം, വിഷ്ണുവിന്റെ ഭാര്യയാണ് ഭൂമി ദേവി എന്നാണ് നമ്മുടെ സങ്കല്പം. പാദസ്പർശം ക്ഷമസ്വമേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും ഭൂമിയിൽ ചവിട്ടാതെ കാലും മുകളിലാക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് അമ്മേ എന്റെ പാദസ്പർശം ക്ഷമിക്കൂ എന്ന് പറയുന്ന ഒരു മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ കഴിയുമോ? 2 വാക്കുകളാണ്, ചൂഷണം, ദോഹനം. നമ്മൾ ഒരിക്കലും ചൂഷണം എന്ന വാക്ക് ജീവിതത്തിൽ പകർത്തിയവരല്ല ഹിന്ദുക്കൾ. ചൂഷണം എന്നാൽ അവസാനത്തെ തുള്ളി ചോര വരെ ഊറ്റിയെടുക്കുക. ദോഹനം എന്നാൽ കറന്നെടുക്കുക. പശുവിനെ വളർത്തുന്നു, വൈക്കോല് കൊടുക്കുന്നു, പിണ്ണാക്ക് കൊടുക്കുന്നു, അല്പം പാല് നമ്മുടെ കുട്ടിക്ക് വേണ്ടി കറന്നെടുക്കുന്നു. ഇതാണ് ദോഹനം, പരസ്പര ഭാവന. പ്രകൃതിയെ ഉപദ്രവിക്കുന്നില്ലത്. എന്തങ്ങോട്ട് കൊടുക്കാം? അപ്പൊ അമ്പലത്തിൽ ഗണപതി ഹോമം നടത്തി, വീട്ടിൽ ഗണപതി ഹോമം നടത്തി, ഒരുപാട് എള്ളും നെയ്യും നാളികേരവും കത്തിച്ചപ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞു, 1 ലിറ്റർ നെയ്യ്ക്ക് എത്ര വിലയുണ്ട്? അപ്പൊ 1500 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി തീരിടണോ എന്നാണ് ചോദിച്ചത്. നോക്കൂ, മറ്റുള്ളവരെല്ലാം പ്രകൃതിയിൽ നിന്ന് എന്തെടുക്കാം എന്ന് ചിന്തിച്ചു. ഹിന്ദുക്കൾ ചിന്തിച്ചു എന്ത് കൊടുക്കാം. ഗിവ് ആൻഡ് ടേക്ക്. എടുത്താൽ മാത്രം പോരാ, കൊടുക്കുകയും വേണം. നിങ്ങൾ ഒരു മരത്തിന്റെ മൂല്യം കൽപ്പിക്കുന്നത് ആ മരത്തിന്റെ തടിയുടെ മൂല്യമല്ല. ഒരു ആൽമരത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ആൽമരത്തിന്റെ തടിയുടെ മൂല്യമല്ല. അതിൽ ഒരു പഴം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഒരു ആൽമരം പുറത്തേക്ക് വമിപ്പിക്കുന്ന ഏറ്റവും നല്ല ഓക്സിജന്റെ അളവ് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് 2 മരങ്ങളാണ്. ഒന്ന് തുളസിയും ഒന്ന് ആൽമരവും. 2 ക്ഷേത്രത്തിൽ പൂജാർഹനാണ്. പണ്ട് EMS-ഉം പരമേശ്വരനും തമ്മിൽ ഒരു സംവാദം നടന്നു. ഈ സംവാദത്തിൽ ഒരു വാദമുഖം ഇതായിരുന്നു: ഭയത്തിൽ നിന്നാണ് ദൈവം ഉണ്ടായത്. ഇടിമിന്നൽ കണ്ടു, വലിയ മഴ കണ്ടപ്പോ അതിനുവേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി, അതാണ് ദൈവം എന്നത്. കടലിനെ കണ്ട് പേടിച്ചു പോയി, സുനാമി തിരമാലകൾ കണ്ട് പേടിച്ചു പോയപ്പോ കടലിന് വേണ്ടി ഒരു ദൈവം ഉണ്ടാക്കി, അതാണ് വരുണൻ. കൊടുങ്കാറ്റ് കണ്ട് ഹിന്ദുക്കൾ പേടിച്ചു പോയി, അതിനൊരു ദൈവം ഉണ്ടാക്കി, അതാണ് വായു ഭഗവാൻ. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അങ്ങനെയല്ല, ഭയത്തിൽ നിന്നല്ല ദൈവം ഉണ്ടായത്. ഹിന്ദുക്കളെ സംബന്ധിച്ച് അറിവിൽ നിന്നാണ് ദൈവം ഉണ്ടായത്. കാരണം ഞങ്ങൾക്ക് തുളസിയെ ഒരു പേടിയില്ല. നമുക്ക് ആരെങ്കിലും തുളസിയെ പേടിയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ തുളസിയെ ആരാധിക്കുന്നു.
തുളസിയെ ദേവിയായിട്ട് കണ്ടു കരുതി ആരാധിക്കുന്നു. തുളസിയില്ലാത്ത വീടുകളോ ക്ഷേത്രങ്ങളോ നമുക്കില്ല. അപ്പൊ നമ്മൾ തുളസിയെ ഭയന്നിട്ടല്ല തുളസിയെ ആരാധിക്കുന്നത്, അറിവിൽ നിന്നാണ് ആരാധന ഉണ്ടായത്. അപ്പൊ അമ്മയായി കണ്ടു, ഭൂമി അമ്മയായി കണ്ടു. വെള്ളമില്ലാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ, ഗംഗയെ ഗംഗാമാതാവ്, യമുനയെ യമുനാ മാതാവ്. പിന്നൊരു അമ്മയുണ്ട്, വിവാദമായ അമ്മയാണ്. അതാരാ? പശു. പശുവിനെ അമ്മയായി കണ്ടപ്പോ കണ്ണൂരിൽ നിന്ന് ചിദാനന്ദപുരി സ്വാമികളോട് ചോദിച്ചു, ഈ പശു അമ്മയാണെങ്കിൽ അച്ഛൻ മൂരിയാണോ എന്ന്. ഹിന്ദുക്കൾക്കിട്ടുള്ള പണി തരുന്ന ആളുകൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്കുണ്ട്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി വിളിച്ചത്. നിങ്ങൾക്ക് രാമനെ ആരാധിക്കുവാൻ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ രാമനെ ആരാധിക്കാതിരിക്കുവാൻ അവകാശമുണ്ടാകും. അല്ലാതെ എന്റെ മതം പറയുന്നു, മതത്തിന്റെ ഗ്രന്ഥം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമില്ല. നോ, അവൻ ഹിന്ദു അല്ല. യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറയും, യുക്തിയുക്തമുപാദേയം വചനം ബാലകാദ. നിന്റെ യുക്തിക്ക് ചേരുന്നത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. LKG-യിലാണല്ലോ എന്നും ചോദിച്ചേക്കുന്നത്. അന്യത്, യുക്തിരഹിതമായത്, തൃണവിവത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം വത്വജന്മനാം, 4 തലകളിൽ 8 കണ്ണുകളോടുകൂടി സകല സൃഷ്ടികളും നടത്തിയ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് ബ്രഹ്മാവേ എന്ന് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. അതുകൊണ്ടാണ് ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം. ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദങ്ങളുടെ സാരസംഗ്രഹമാണ്. എന്നാൽ 18 അധ്യായം 700 ശ്ലോകം ഒരു 3 മണിക്കൂർ കൊണ്ട് വായിക്കാം. പക്ഷെ ചിലപ്പോൾ 30 വർഷം പഠിക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഭൗതിക തലത്തിനനുസരിച്ച് പഠനത്തിന്റെ കാലയളവ് കൂടും. ആ ഭഗവത്ഗീതയിൽ അവസാനത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നൊരു ശ്ലോകമുണ്ട്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമായ. നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്. വിമർശതൈ തശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി മനനം ചെയ്ത് യഥേച്ഛസി തഥാ കുരു, ശരിയെങ്കിൽ സ്വീകരിക്കൂ. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള ലോകത്തിലെ ഏക മതഗ്രന്ഥം ഹിന്ദുവിന്റെ ഭഗവത്ഗീതയാണെന്ന് പറയുവാൻ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയെ അമ്മയായി കണ്ടു, രാഷ്ട്രത്തെ അമ്മയായി കണ്ടു, ഭാരതത്തെ മാതാവായി കണ്ടു, എല്ലാത്തിനെയും അമ്മയായി കണ്ടു. ആ അമ്മയുടെ രൂപത്തെ ആരാധിച്ച് നമ്മൾ നേരെ ഹനുമാന്റെ അരികിലേക്ക് വന്നു. ഹനുമാൻ സ്വാമിയുടെ നല്ലൊരു ഫോട്ടോ അവിടെ ഉണ്ട് അല്ലേ? ബലത്തിന്റെ പ്രതീകമാണ്. 2 ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഒന്ന്, ശ്രീകൃഷ്ണന്റെ ഒരു ശിഷ്യനുണ്ട്, അർജുനൻ. ആ 4-5 അമ്പലേ ഉള്ളൂ. ആകെ ഭൂമിയിൽ 4-5 അമ്പലേ ഉള്ളൂ അർജുനന് വേണ്ടിയിട്ട്. ഹനുമാൻ വേണ്ടിയിട്ടോ ലക്ഷക്കണക്കിന് അമ്പല ഭാരതം മുഴുവൻ. ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ. എന്തുകൊണ്ട്? അർജുനന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്. ഭഗവാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഒന്ന് നേരിട്ട് കാണാം, അങ്ങ് ആരാണ് എന്ന്. ഭഗവാൻ 11-ാമത്തെ അധ്യായം അറിയില്ലോ, വിശ്വരൂപ ദർശന യോഗമാണ്. സ്വന്തം രൂപത്തിനെ കാണിച്ചു കൊടുത്തു, ഞാൻ ആരാണ്. ഇത് കണ്ട് ബോധിച്ചിട്ടും സംശയം മാറിയില്ല ആർക്ക്? അർജുനൻ. വീണ്ടും ചോദ്യം ചോദിച്ചു. 11-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് വീണ്ടും 12, 13, 18 വരെ അധ്യായമുണ്ട്. ഗുരുവിൽ വിശ്വാസം വേണ്ടത്ര ഇല്ലാതെ ഗുരു പറഞ്ഞ വാക്കുകളെ 100% സ്വീകരിച്ചില്ല അർജുനൻ. അത് അർജുനന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. അഭിമന്യു മരിച്ചപ്പോൾ ഒരൊറ്റ പ്രതിജ്ഞയാണ്, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥന്റെ തലവെട്ടിയില്ലെങ്കിൽ ഞാൻ തീച്ചാടി മരിക്കുന്നു. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ചോദിച്ചു, മോനെ നീ ആരോട് ചോദിച്ചിട്ടായി പ്രതിജ്ഞ ചെയ്തത്? കാരണം മറുഭാഗത്തുള്ളത് നിന്റെ സകല വിദ്യകളും പഠിപ്പിച്ച നിന്റെ ഗുരുനാഥനായ ദ്രോണാചാര്യനാണ്. പത്മവ്യൂഹം ഉണ്ടാക്കും, നിന്നെ കൊണ്ടുപോയിട്ട് ജയദ്രഥനെ കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കും. ജയദ്രഥനെ അതിന്റെ ഉള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. സംഭവിച്ചു, അങ്ങനെ തന്നെ സംഭവിച്ചു. ജയദ്രഥനെ 5:50 കാണുന്നില്ല. 6 മണിക്കാണ് അസ്തമനം എന്ന് കരുതുക. 5:50 ജയദ്രഥനെ കാണാതെ വന്നപ്പോൾ ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. ഇരുട്ടായി എന്ന് കരുതി, സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി ജയദ്രഥൻ പുറത്തേക്ക് വന്നു. തല കൊയ്തു അർജുനൻ. നേരിട്ട് ഗീത കേട്ട ആളാണ് ആര്? അർജുനൻ. എന്നിട്ടും അർജുനന്റെ ജീവിതത്തിൽ സ്വന്തം മകൻ മരിച്ചൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിലുണ്ടായ കോപം
ഗീതോപദേശത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിന് മേലെയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അർജുനു വേണ്ടി മാത്രം ഉണ്ടായതല്ല ഭഗവത്ഗീത. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം. അർജുനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ സമസ്ത ലോകഹിതാർത്ഥം പറഞ്ഞു. വ്യാസേന കൃതിതാം പുരാണമുനിനാം, പുരാണമുനിയായ വ്യാസനാൽ അത് എഴുതപ്പെട്ടു. മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി. രണ്ടില്ലാത്ത ഒന്നിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഏകതയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവളാണ് ഭഗവത്ഗീത. അഷ്ടം ദശം 18 അധ്യായത്തോട് കൂടിയവളാണ്. ആലോചിച്ചു നോക്കൂ. ഒന്നാമത്തെ ശിഷ്യൻ അർജുനൻ, രണ്ടാമത്തെ ശിഷ്യനാണ് ഹനുമാൻ. രാമൻ എന്ത് പറഞ്ഞോ ഒരു ചോദ്യം അങ്ങോട്ടില്ല. ഗുരുവിൽ പരിപൂർണ വിശ്വാസം. ഏതോ ഒരു മരുന്നെടുത്തുകൊണ്ടുവരാൻ പറയുന്നു, മല തന്നെ മല തന്നെ എടുത്തുകൊണ്ടുവന്നു. ഇതാണ് സമർപ്പണം. രാമൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ഹൃദയം പടർന്ന് കാണിച്ചു കൊടുത്തെന്ന കഥയൊക്കെ നമുക്കറിയില്ല. അവിടെ നോക്കുമ്പോൾ രാമനും സീതയുണ്ട്. സമർപ്പണം, ഗുരുവിൽ പരിപൂർണ വിശ്വാസം. ഗുശബ്ദം അന്ധകാരസ്യ ശബ്ദം നിരോധിത. ടീച്ചർ, അധ്യാപകൻ എന്ന വാക്കിനേക്കാൾ എത്രയോ അതീതമായ ഒരു വാക്കാണ് ഗുരു. അതുകൊണ്ടാണ് പണ്ട് ഗുരു ശിഷ്യ ബന്ധവും ഗുരുകുല വിദ്യാഭ്യാസവും. ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് പഠിച്ചത്. കുചേലൻ അന്നേ ദാരിദ്ര്യവും അല്ലാതെ അനുഭവിച്ച ആളാണ്. നന്ദഗോപൻ എന്ന് പറയുന്ന ഗ്രാമീണ രാജാവിന്റെ പുത്രനാണ് ആര്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ സമ്പന്നനാണ്, കുചേലൻ ദരിദ്രനാണ്. പക്ഷെ രണ്ടുപേരും ഗുരുഭക്തിക്ക് വേണ്ടി വിറക് കുടിക്കാൻ പോകണം രാവിലെ. ഒരു പാർശ്വാലിറ്റിയും പക്ഷഭേദവും അവിടെ കാണിച്ചില്ല. അങ്ങനെ വളർന്നു വന്ന ഗുരുകുല വിദ്യാഭ്യാസം, ആ ഗുരുവിൽ പരിപൂർണ വിശ്വാസം ഹനുമാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹനുമാന് വേണ്ടി ഭാരതം മുഴുവൻ അമ്പലം ഉണ്ടാക്കിയപ്പോ ഹനുമാൻ ഉപപ്രതിഷ്ഠ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ രാമനെ കണ്ടു, അയ്യപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, ഹനുമാനെ കണ്ടു. പുറത്തിറങ്ങിയാലോ നക്ഷത്രവനങ്ങൾ. പല ക്ഷേത്രങ്ങളും ഇന്നത് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് രാമനാട്ടുകരയിൽ ഒരു അമ്പലത്തിൽ പോയപ്പോ ഒരു 10 വർഷം മുമ്പേ ചിന്തിച്ചു, അതുകൊണ്ട് വൻമരങ്ങളായി മാറിയതൊക്കെ നക്ഷത്രവനങ്ങൾ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് എപ്പോഴാണ് ബോധ്യം വരിക? മോളുടെ കല്യാണം വരുമ്പോഴാണ് നക്ഷത്രം പുറത്തു വരിക. നക്ഷത്രം എങ്ങനെയാണ് പാരയാവുന്നത്? 5 ലക്ഷം ഹിന്ദുക്കൾ കല്യാണം കഴിക്കാൻ ബാക്കി 7 ചുവമുണ്ട് എവിടെ? കേരളത്തിൽ. പക്ഷെ നക്ഷത്രപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ വൃക്ഷം അറിയോ? അതറിയില്ല. ഈ നക്ഷത്ര വിശ്വാസപ്രകാരം നിങ്ങൾക്ക് നിങ്ങൾ സംരക്ഷിക്കേണ്ട പക്ഷി അറിയോ? അതും അറിയില്ല. ഈ നക്ഷത്ര വിശ്വാസപ്രകാരം നിങ്ങൾ സംരക്ഷിക്കേണ്ട മൃഗത്തെ അറിയോ? അതും അറിയില്ല. പിന്നെ എന്തറിയാ? 7 ചുവയാണ്, കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൂടാ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വാസികളുമാണ്, അന്ധവിശ്വാസികളുമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ രാത്രി 2 മണിയായാൽ ഈ അമ്പലത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഒന്നോടികളെ. നിങ്ങളല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ പലരുമാണ്. ഭദ്രകാളിയുടെ അമ്പലത്തിന്റെ അടുത്തുകൂടെ രാത്രി 2 മണിക്ക് പോവോ? പണ്ട് ജബ്ബാർ മാഷ് പറഞ്ഞു, എനിക്കറിയാം സാത്താനും പ്രേതമൊന്നും ഇല്ല എന്ന്. യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാ. പക്ഷെ പള്ളിപ്പറമ്പിന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കൂ, പറഞ്ഞ് സാത്താൻ ഉണ്ടോ എന്ന്. ഞങ്ങൾ കുട്ടികളൊക്കെ ക്യാമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാമ്പിലൊക്കെ ചോദിക്കും, മക്കളെ ദൈവം ഉണ്ടോ? എല്ലാവരും ഉഷാറായിട്ട് വരും, ദൈവമുണ്ട് ദൈവമുണ്ട് എന്നൊക്കെ അത് ചുമ്മാ പറയാ. നിങ്ങൾ ദൈവമുണ്ട് എന്ന് പറയുന്നൊരു റീസൺ എന്താ? നിങ്ങൾക്ക് ദൈവം ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ദൈവത്തെ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ അമ്പലത്തിൽ പോയാൽ ദൈവത്തിന് മുന്നിൽ ഏത് പ്രാർത്ഥനയാണ് നടത്തുന്നത്? അതിനെക്കുറിച്ചൊന്നും കാര്യം ഐഡിയ ഒന്നുമില്ല. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. വിശ്വാസം പരമപ്രധാന. ശാസ്ത്രം, യുക്തി, വിശ്വാസം, ഇത് 3 മനുഷ്യർ വേണം. വിശ്വാസത്തിന് ശാസ്ത്രമോ യുക്തിയോ ഒന്നും ചോദിക്കരുത്. ശാസ്ത്രമൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവമുണ്ട് എന്നത് വിശ്വാസമാണ്. ലോകത്തിൽ 800 കോടി മനുഷ്യന്മാരുണ്ട്. എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുന്നു. രാവിലെ 60,000 ആളുകൾ എഴുന്നേൽക്കുന്നില്ല. പെർ ഡേ 60,000 ആളുകൾ കിടന്ന വായിൽ, കിടക്കയിൽ സൈലന്റ് അറ്റാക്ക്, മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്നു. ഇന്ന് രാവിലെ നിങ്ങളും ഞാനും എഴുന്നേറ്റു എന്നത് സത്യമാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസം. ഈ വിശ്വാസമാണ് 2025 ജനുവരി 1 പല പദ്ധതികളും നമ്മളെ കൊണ്ട് പ്ലാൻ ചെയ്തത്. ജനുവരി 1 നമ്മൾ ഉണ്ടാകുമോ? ഉണ്ടാകും എന്നത് വിശ്വാസമാണ്. അവിടെയാണ് വിശ്വാസമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനും, ഭർത്താവിന് ഭാര്യയിലും, അച്ഛനും മക്കളിലും, മക്കൾക്ക് മാതാപിതാക്കളിലും പരസ്പര വിശ്വാസം. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മകൾ കോളേജിലേക്കാണ് പോകുന്നത് എന്ന് അമ്മയുടെ വിശ്വാസം. കാരണം ഞങ്ങൾ ഇതിലെ കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിന്റെ അവിടെ അഷ്ടമുടിക്കായലിന്റെ സൈഡിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ നമ്മുടെ കണ്ടൽക്കാടുകൾ. ഓരോ കണ്ടൽക്കാടിനും നടുക്കും ഒരാണും പെണ്ണും ഉണ്ട്.
കോളേജിൽ കേട്ടോ, ഹൈസ്കൂളിലെ കുട്ടികൾ എന്ന് കരുതി നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അങ്ങനെയും കുട്ടികളുണ്ട്. ഒരു പറ്റം ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നി. കാരണം എന്തോ കുത്തിക്കാറ്റാനുള്ള പരിപാടിയാണ്. ഒരു കാര്യം മനസ്സിലായി, 90% ഹിന്ദു കുട്ടികളാണ്. അതെന്തുകൊണ്ട് നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട വിഷയം. 13 മുതൽ 19 വരെയുള്ള ടീനേജ് കൗമാരപ്രായത്തിൽ ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, അത് അവരുടെ മനസ്സിന്റെ ലോലവികാരങ്ങൾ, എപ്പോഴാണ് ഒരു പുരുഷനും സ്ത്രീയും മെച്യൂർ ആകുന്നതിന് മുമ്പുള്ള അവരുടെ ചിന്താമണ്ഡലങ്ങൾ, 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഇംപ്രിന്റിംഗ് പീരീഡ്, 13 മുതൽ 19 വരെയുള്ള കാലാവസ്ഥ, അവരുടെ ജീവിതത്തിലെ അവസ്ഥകൾ, ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. കാരണം അമ്മമാർ പലതും തയ്യാറാകണം. കാരണം നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിന്റെ മുന്നിൽ കുഴിച്ചിട്ട മാവിൽ നിന്ന് എനിക്കിഷ്ടം പോലെ മാങ്ങ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മാവിന് ഞാൻ വെള്ളവും കൊടുക്കുന്നില്ല, വളവും കൊടുക്കുന്നില്ല, മാങ്ങ കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് ഹിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ക്ഷേത്ര പ്രഭാഷണം വളരെ കുറവാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഒരു 50-60 വയസ്സിന് മേലെയുള്ള ആളുകളാണ് 80% ഇവിടെ വരുന്നത് ക്ഷേത്ര പ്രഭാഷണത്തിന് വരുന്നത്. ഒരു തെറ്റും ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതിന്റെ ബിലോ ആളുകൾ ധാരാളമുണ്ട്. സന്തോഷം കേട്ടോ. അവിടെ ചെറുപ്പക്കാരടക്കം എല്ലാവരും ഒന്ന് ശരിയാണ്, സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് കുട്ടികൾ അമ്പലത്തിൽ വരുന്നത് വളരെ കുറഞ്ഞിരിക്കും. ശരിയല്ലേ? ഒരു 20% കുട്ടികളെ അമ്പലത്തിൽ വരുന്നുള്ളൂ. കാരണം അവർ പറയുന്ന അമ്പലം നൂലാമാലകളാണ്. അമ്പലത്തിൽ പോയാൽ ഒരുപാട് നൂലാമാലകൾ. പള്ളിയിൽ പോയാലും ഈ പ്രശ്നമില്ല, ചർച്ചിൽ പോയാലും ഈ പ്രശ്നമില്ല. നമ്മുടെ അമ്പലത്തിൽ നൂലാമാലകളാണ്. എന്താണ് ക്ഷേത്രം എന്നവരെ പഠിപ്പിച്ചാൽ അവരൊരിക്കലും പറയില്ല ഇതൊരു നൂലാമാലയാണ് എന്നവർ പറയില്ല. അപ്പൊ ഇവിടെ നമുക്ക് പൂർണ്ണമാക്കാം. 27 നക്ഷത്രങ്ങൾ, നക്ഷത്ര വനം ഇവിടെയുണ്ട്. അത് മനോഹരമായ ഗാർഡൻ കണ്ടു. ഗാർഡൻ മീൻസ് ഈ അമ്പലത്തിൽ പൂജയ്ക്ക് ഏതൊക്കെ പുഷ്പങ്ങൾ വേണമോ അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് നേരത്തെ പരിചയപ്പെട്ട ഈ 3 നമ്മുടെ കാര്യകർത്താക്കൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നു. സമർപ്പണമാണ് ഇതിന്റെ പുറകിൽ. എന്ത് ചെയ്യണമെന്ന് ആരും പറയാതെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് സ്വയം മനസ്സിലാക്കുന്നതാണ് ശരിക്കും സമർപ്പണം. പണ്ട് ഒരു രാജാവിന്റെ അനുജൻ പറഞ്ഞു, എന്നെ മന്ത്രിയാക്കണമെന്ന്. ഇയാൾ അടുത്ത നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലല്ലോ, അതുകൊണ്ട് എന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഒരു കൂട്ടം മാങ്ങയുമായിട്ട് ഒരാൾ ഇങ്ങനെ പോവുകയാണ് ക്രോസ് ആയിട്ട്. രാജാവ് പറഞ്ഞു, ആ മാങ്ങയ്ക്ക് എന്താ വില എന്ന് ചോദിക്കുന്നു. അപ്പൊ അനുജൻ ഓടിച്ചെന്നിട്ട് മാങ്ങയ്ക്ക് എന്താ വില? അപ്പൊ ഒരു കിലോന് 50 രൂപ. അപ്പൊ രാജാവിനോട് വന്ന് പറഞ്ഞു കിലോന് 50 രൂപ. അടുത്ത് ചോദിച്ചു, ഇത് എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നു ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ നേരെ ചെന്നു, എവിടത്തേക്ക് കൊണ്ടുപോകുന്നു? ഇന്നേ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു. അടുത്ത ചോദ്യം, അത് എത്രയാണ്, എവിടുന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കൂ. അങ്ങനെ 5-6 പോക്ക് ഇയാൾ അവിടെ പോയി തിരിച്ചു വന്നിട്ട് ഓരോന്നിനും മറുപടി കൊടുത്തു. മന്ത്രിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ മാങ്ങയുടെ വില ചോദിക്കുന്നു പറഞ്ഞു. അയാൾ മാങ്ങയുടെ വില ചോദിച്ചു. തിരിച്ചു വന്നു. ഒരു 2 മിനിറ്റ് അയാളോട് സംസാരിച്ചു. തിരിച്ചു വന്നു. അപ്പൊ മാങ്ങയുടെ വില എത്രയാണ്? 50. എവിടുന്ന് കൊണ്ടുവരുന്നു? ഇന്നേ സ്ഥലം. എവിടെ കൊണ്ടുപോകുന്നു? ഏത് ഇനത്തിലാണ്? ഇന്നേ ഇനത്തിലാണ്. ഇതുകൊണ്ടാണ് നിന്നെ മന്ത്രിയാക്കാത്തത് എന്ന് പറഞ്ഞു. കാര്യങ്ങൾ സ്വയം അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം കൃത്യമായിട്ട് നമ്മളെ ഹഠാകർഷിക്കുന്നു. അവിടെ ദശാവതാരകളുടെ ഫോട്ടോ ഉണ്ട് ഫ്രണ്ടില്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതിദേശ. ഇതിതേ ദശ. കൽക്കി വന്നിട്ടില്ല. ഇത് കലിയുഗം 5126 എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിനു ശേഷം ഹിന്ദുക്കളുടെ കലണ്ടർ എത്രയാണെന്നറിയോ? 5126. 2024 പടക്കം പിടിച്ചവരാണ് നമ്മൾ. സ്വന്തം കലണ്ടർ 5126 യുഗാബ്ദം കൃഷ്ണവർഷം ആണ് നമ്മുടെ കലണ്ടറിന്റെ മാനദണ്ഡം. ശ്രീകൃഷ്ണന് ശേഷം ദ്വാപരയുഗം അവസാനിച്ചു, കലിയുഗം ആരംഭിച്ചു. കലിയുഗം 4,20,000 ചില്ലാൻ വർഷം. എന്റെ കയ്യിൽ കൃത്യമായ കണക്ക് മറന്നുപോയി. എന്തായാലും കലിയുഗത്തിന് ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് 4,15,000 വർഷം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആരും വരും, കൽക്കി വരും. കൽക്കിയെ വെയിറ്റ് ചെയ്യണ്ട. കാരണം എന്തുകൊണ്ടാ? ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോയുഗേ. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ്, കൂട്ടായ്മയിലൂടെയാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ യുദ്ധത്തിലൂടെ സംരക്ഷിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ 5 പേരെ കൊണ്ട് അധർമ്മികളെ മൊത്തം നിഗ്രഹിപ്പിച്ചു, ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. ഇത് കലിയുഗമാണ്. സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം
ക്ഷയാത് ത്രായതേ, ക്ഷയത്തിൽ നിന്ന് എന്നെ ത്രാണനം ചെയ്യിക്കുന്നത്, രക്ഷിക്കുന്നത്, അതാണ് ക്ഷേത്രം. ക്ഷയം എന്നാൽ നാശം. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, ഞാൻ ഒരു പണിക്ക് പോകുന്നില്ല, അമ്പലത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥനയോ പ്രാർത്ഥന. കടം ദൈവം വിട്ടോ? ഇല്ല, പണിക്ക് പോകണം. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയും, ഉദ്ധരേ ആത്മനാത്മാനം, നിന്നെ ഉയർത്തുന്നത് നീയാണ്, നിന്നെ താഴ്ത്തുന്നത് നീയാണ്, നിന്റെ ബന്ധു നീയാണ്, നിന്റെ ശത്രു അതും നീ തന്നെയാണ്. സ്വയം ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചക്കാരനാരാ? നമ്മൾ തന്നെയാണ്. സാറിനെ പരിചയപ്പെടുന്ന ഞാൻ പൂനെയിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു. ഒരു 2 വർഷത്തിന്റെ ഇടത്തെ ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളൂ. സാറിനെ ആദ്യമായിട്ട് കാണുന്നത് 40 വർഷം മുമ്പ്, 4 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ നിന്ന് അദ്ദേഹം മുംബൈയിലേക്ക് പോയി. ഇങ്ങനെ ഓരോരുത്തർക്കും ആ കുടുംബത്തിൽ ഓരോ ഹിസ്റ്ററികൾ പറയാറുണ്ട്. എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് കാരണം അവരവർ തന്നെയാണ്. പക്ഷെ അവരവർക്ക് ഒരു സംസ്കാരം കിട്ടി. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? നമുക്ക് നൽകിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളർന്നത് എന്ന് ഓർക്കണം. ഒരാൾ ഇന്റർവ്യൂവിന് പോയപ്പോ അവിടെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നു, കസേരകൾ അലസമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ചെന്ന ഉടനെ കസേരകളൊക്കെ റെഡിയാക്കി, ആവശ്യമില്ലാത്ത ഫാനുകൾ ഓഫാക്കി, ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫാക്കി, ടാപ്പ് പൂട്ടി, നേരെ ഇന്റർവ്യൂ ഹാളിലേക്ക് ചെന്നു, റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ 4 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, യു ആർ അപ്പോയിന്റഡ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ മാനേജറായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, എടുത്തിരിക്കുന്നു. CCTV ഇത് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾക്ക് ഈ കൾച്ചർ കിട്ടിയത്? ഇയാളുടെ വീട്ടിൽ ഇയാൾ അച്ഛൻ എപ്പോഴും പറയുന്നു കറണ്ട് ഓഫ് ആക്കണം, മുറിയിൽ കയറിയാൽ സ്വിച്ച് ഓഫ് ആക്കണം, ഫാനിട്ടാൽ നന്നായിട്ട് വടക്ക് പറഞ്ഞിരുന്നു, ടേപ്പങ്ങാൻ തുറന്നു വെച്ചാൽ അന്ന് തല്ല് കിട്ടിയിരുന്നു. മനസ്സിലായല്ലോ? കസേര ഇരിക്കേണ്ടടുത്ത് കസേര ഇരുന്നില്ല എങ്കിൽ അപ്പൊ തന്നെ വന്നപ്പോൾ എല്ലാവരും കേൾക്കും, ആ കസേര അവിടെ ഉണ്ടായിരുന്നു, എന്താണ് ഇവിടെ വെച്ചത് എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഒരു സിസ്റ്റം അച്ഛൻ രൂപപ്പെടുത്തിയിരുന്നു. അതാണ് കുട്ടിയുടെ ഉള്ളിൽ ഒരു സംസ്കാരമായി രൂപപ്പെട്ടത്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായിട്ട് ബൾബ് പ്രകാശിക്കരുത്, ഇലക്ട്രിസിറ്റി അമൂല്യമാണ് എന്ന്. പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നിട്ടില്ല, അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്വിച്ചുകൾ മൊത്തം അവൻ ഓഫാക്കി. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് ആരും പറയേണ്ടി വന്നിട്ടില്ല, ടാപ്പ് അവൻ പൂട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയത്, സംസ്കാരമാണ്. ചിലപ്പോൾ അവർക്ക് ഒരുപാട് സമ്പത്ത് നമുക്ക് എല്ലാ മാതാപിതാക്കൾക്കും പറ്റിയെന്ന് വരില്ല. പക്ഷേ അവർ നമുക്ക് നൽകിയ പൂർവികമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെയാണ് ഈ തലമുറ പിൻപറ്റി ഇവിടെ 25 വർഷം മുമ്പ് ക്ഷേത്രം ഉണ്ടായി. ഇനി അടുത്ത തലമുറ ഏറ്റെടുക്കും. പുതിയ തലമുറയിൽ ധാരാളം കുട്ടികളുണ്ടല്ലോ. പക്ഷെ ആ കുട്ടികൾ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ എന്തിന് ഏറ്റെടുക്കണം? നമ്മുടെ തലമുറയിൽ പെട്ടതുപോലെ അന്ധവിശ്വാസികളല്ല പുതിയ മക്കൾ. അതൊരു റൈറ്റാണ്, ശരിയാണ്. നമ്മളെ പലരും പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ ആരെ പറ്റിക്കാൻ പറ്റില്ല? ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് പുതിയ കുട്ടികളെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ സയന്റിഫിക്കലി, യുക്തിഭദ്രമായിട്ട് ഞാൻ എന്തിനെ സംരക്ഷിക്കണം എന്ന് ആ കുട്ടിക്ക് ബോധ്യമുണ്ടാവും. നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും എല്ലാം നിലനിൽപ്പ് പഞ്ചഭൂതങ്ങളിലാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇതിന്റെ ഏറ്റക്കുറിച്ചിലുകളാണ് നമ്മുടെ ശരീരമൊക്കെ. അങ്ങനെയെങ്കിൽ ആകാശം ശബ്ദം, ചെവി; വായു സ്പർശം, ത്വക്ക്; അഗ്നി കാഴ്ച, കണ്ണ്; ജലം രസം, നാവ്; ഭൂമി ഗന്ധം, മൂക്ക്. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു മനുഷ്യൻ അറിയുന്നു. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അമ്മാറുകളിലോട്ട് ആകാശം ശബ്ദം, ചെവി; വായു സ്പർശം, ത്വക്ക്; അഗ്നി കാഴ്ച, കണ്ണ്; ജലം രസം, നാവ്; ഭൂമി ഗന്ധം, മൂക്ക്. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നുവെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചരസങ്ങളും സമന്വയിക്കുന്ന ഒരൊറ്റ കേന്ദ്രം മാത്രമേ ഈ ആകാശത്തിന് കീഴിലുള്ളൂ. അതെവിടെയാ? അതേ സ്ഥലം. എന്തൊരു കൊണ്ട് പറയട്ടോ, അതാണ് ക്ഷേത്രം. പഞ്ചഭൂതങ്ങൾ പഞ്ചരസങ്ങളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് സംഗമിക്കുന്ന ലോകത്തിലേക്ക് കേന്ദ്രം. ഇവിടെ ശ്രീകോവിൽ കുറച്ചു സമയം കൂട്ടി ദീപാരാധനയ്ക്ക് വേണ്ടി. ആ ദീപാരാധന കഴിഞ്ഞ് ശ്രീകോവിൽ തുറന്നപ്പോൾ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ഭഗവാനെ കണ്ടു. കണ്ണിനേറ്റവും നല്ല കാഴ്ച കിട്ടി. റൈറ്റ്? റെഡിയാണോ? ഈ ബൾബിന് അതിനേക്കാൾ എത്രയോ പ്രകാശം കൊണ്ട് നോക്കാനേ പറ്റില്ല. നിലവിളക്കിന്റെ പ്രകാശത്തിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ നോക്കി നിൽക്കാം, നിങ്ങളുടെ കണ്ണിന് ഒരു അസ്വസ്ഥതയുണ്ടാവും. നിലവിളക്ക് കത്തിക്കുന്ന എണ്ണ പോലും നമ്മുടെ പൂർവികന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് എണ്ണെണ്ണയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് മണിയുടെ മുഴക്കമില്ലാത്ത അമ്പലമില്ല.
നെറുകയിൽ സഞ്ചരിക്കും. ഉറങ്ങിക്കിടക്കുന്ന സകല നെർവുകളെയും ഉണർത്തുവാൻ കഴിയുന്ന മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ചില ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കയുടെ നാദമൊക്കെ ഉണ്ടാവും. അവിടെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്ക് ഏറ്റവും നല്ല കേൾവിയെ കിട്ടി. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ ഹോമങ്ങൾ നടക്കുമ്പോൾ ശുദ്ധമായ കർപ്പൂരം കത്തിക്കുന്നു, എള്ളും നെയ്യും നാളികേരവും വിറക് കൊള്ളി. ഏത് കൊള്ളിയിലാണ് നമ്മൾ ഈ ഗണപതിയൊക്കെ നടത്തുക? വിറക് പ്ലാവിൻ്റെതാണ്, ഏറ്റവും ശുദ്ധമായ അഗ്നി. ഇപ്പൊ ഇവിടെ ഞാൻ ആരെങ്കിലും പെട്രോൾ കത്തിച്ചു, നമ്മൾ ഉടനെ പറയും ആരാണ് പെട്രോൾ ഓർ ഡീസൽ കത്തിച്ചത്. ഇവിടെ ഞാൻ പ്ലാസ്റ്റിക്കിന് ആരെങ്കിലും തീയിട്ടു, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആരും പ്ലാസ്റ്റിക്കിന് തീയിട്ടിട്ടുണ്ട്. കാരണം ഗന്ധത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു വെളിച്ചെണ്ണ മില്ലിന്റെ അരികിലൂടെ പോകുമ്പോഴോ ഒരു സുഗമമാണല്ലേ, വളരെ ആസ്വാദ്യകരമായ ഒരു മണമാണ്. ഇത് തന്നെയാണ് എള്ളും നെയ്യും നാളികേരവും അഗ്നിയിലേക്ക് ഹോമിക്കുമ്പോൾ പൈറസീൻ എന്ന് പറയുന്ന ഒരു വാതകം പുറത്തേക്ക് വരും. അത് സകല രോഗാണുക്കളെയും ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ഉത്തമമായ ഒരു വാതകം കൂടിയാണ്. അതുകൊണ്ടാണ് ഹിന്ദു അഗ്നിക്ക് കൊടുക്കുന്നു, തിരിച്ച് അഗ്നി പലതും മുകളിലേക്ക് ആകാശത്തിന് കൊടുക്കുന്നു. അവിടെയാണ് മഹായാഗങ്ങളിലൊക്കെ 7 ദിവസം തുടർച്ചേന. നരേന്ദ്രൻജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ യാഗത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും പങ്കെടുത്തിരുന്നു. ഈ ബാംഗ്ലൂരിൽ അവരൊരു യാഗം നടത്തിയിരുന്നു. ഏകദേശം 1.5 ഏക്കർ ഭൂമിയാണ് തയ്യാറാക്കിയിട്ടാണ് ഇവർ യാഗം നടത്തുക. കണ്ടിന്യൂസ് 7 ദിവസം ഈ ഔഷധങ്ങളും നെയ്യും എള്ളും ഒക്കെ അങ്ങോട്ട് കത്തിക്കലാണ്. അതിനുശേഷം അവർ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പൊ അന്തരീക്ഷത്തിൽ വന്ന ശുദ്ധിയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ സയന്റിഫിക്കലി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. മോശപ്പെട്ടതിലേക്ക് നോക്കൂ, ഒരു കുടം നിറയെ മലിനജലം ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ ശുദ്ധജലം ഇങ്ങനെ ശക്തമായിട്ട് പമ്പ് ചെയ്യുമ്പോൾ കുറേ സമയം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മലിനജലത്തിൽ സ്ഥാനത്ത് ശുദ്ധജലം വന്നതാണ്. ഇതുപോലെ മാലിന്യങ്ങൾ ധാരാളമുണ്ട്. ആ മാലിന്യങ്ങളിലേക്ക് ഏറ്റവും നല്ലത് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നതാണ് സർപ്പക്കാവുകൾ, നമ്മുടെ ഹോമങ്ങൾ, നമ്മുടെ പൂജകൾ, ഇതെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഗർഭിണി 2ാമത്തെ മാസം ഈ ഹോമത്തിന്റെ പുക ശ്വസിക്കണം, പിന്നീട് 6ാമത്തെ മാസവും ഹോമപ്പുക ശ്വസിക്കണം എന്ന് ഗർഭാധാന സംസ്കാരത്തിൽ പറയുന്നത്. അപ്പൊ ഹിന്ദുക്കൾ അറിയേണ്ട 16 കാര്യങ്ങളാണ് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരം. ഗർഭാധാനം, ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് 90ാമത്തെ വയസ്സിൽ ഇതൊരു മുത്തശ്ശനായിട്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ചിതക്ക് കൊടുത്ത് അഗ്നിക്ക് കൊടുത്ത് വെണ്ണീറാക്കുന്ന ചടങ്ങാണ് നമ്മൾ അന്ത്യേഷ്ടി സംസ്കാരം എന്ന് പറയുന്നത്. ഇതുവരെ 16 കാര്യങ്ങൾ ഹിന്ദുക്കൾക്ക് പഠിക്കേണ്ടത്. ഒരു 16 മണിക്കൂർ പറയേണ്ട വിഷയമാണ്, നമുക്ക് പിന്നെ പറയാം. പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1.25 മണിക്കൂറാണ് നമുക്കിവിടെ ടോട്ടൽ ടൈം. അപ്പൊ അവിടെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ നാം അറിയേണ്ട 16 കാര്യങ്ങൾ നമ്മുടെ മക്കളെ സയന്റിഫിക്കലി പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ പറയും ഇതിന് ആധുനിക ശാസ്ത്രവുമായിട്ട് ഒരു വൈരുദ്ധ്യമില്ല. ആധുനിക ശാസ്ത്രവുമായിട്ട് അതിന് യാതൊരു വൈരുദ്ധ്യമില്ല. നോക്കൂ, ഗർഭിണിയാകുന്ന സ്ത്രീയുടെ മാനസിക ഭാവം ക്ഷേത്രം പോലെ ശാന്തമായിരിക്കണമെന്ന് ആധുനിക ഗൈനക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ അത്തരം മനഃശാസ്ത്ര വിദഗ്ധരോ പറയുന്നു. അതുകൊണ്ട് ഭാരതം പറഞ്ഞു തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. ഈ വലത് ചെവി കൊണ്ടുപോയിട്ട് ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എടുക്കേണ്ട പ്രതിജ്ഞയുടെ അർത്ഥം ഇതാണ്: നീയും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു, നീ അത് വഹിച്ചിരിക്കുന്നു. നോക്കൂ, എന്തൊരു ഉദാത്തമായ കാഴ്ചപ്പാട്. പ്രകൃതിയുടെ നിയമപ്രകാരം പുരുഷന് ഗർഭം വഹിക്കാൻ സാധ്യമല്ല. എന്നാൽ ഞാനും ഗർഭവാനാണെന്ന ഭാവേന ഞാൻ നിന്നെ പരിചരിച്ചു കൊള്ളാം. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ഗർഭാവസ്ഥയിൽ 10 മാസം ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രസവിച്ച കുഞ്ഞിനെ ആരാണ് ആദ്യം കൈകൊണ്ട് വാങ്ങേണ്ടത്? നേഴ്സ് എടുക്കും, രക്ഷയില്ല. ആ നേഴ്സ് എടുത്തതിന് ശേഷം ഇത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അമ്മയുടെ, ഭർത്താവിന്റെ അമ്മയുടെ ഒന്നും കയ്യിലല്ല കൊടുക്കേണ്ടത്. ഇതിന്റെ ഉത്തരവാദി വരാനുമല്ലോ, ഈ ഉത്തരവാദിയുടെ കയ്യിൽ കൊടുക്കണം. അച്ഛനാണ് കൊടുക്കേണ്ടത്. ഇതെന്താ ചെവിയിൽ ആദ്യം പറയേണ്ടത്? 3 പ്രാവശ്യം ഓങ്കാരം, അതിനുശേഷം ത്വം വേദോസി, നീ ജ്ഞാനമാകുന്നു. ഇത് പൂച്ചക്കുട്ടിയല്ല, പട്ടിക്കുട്ടിയല്ല, ഒന്നുമല്ല, മനുഷ്യക്കുട്ടിയാണ്. മനനം ചെയ്യുവാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ. ആ മനുഷ്യന്റെ ചെവിയിൽ ആദ്യം അച്ഛൻ പറയേണ്ട വാക്ക് നീ അറിവാകുന്നു, ജ്ഞാനമാകുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇദ്ദേഹം മരിക്കുന്നത് വരെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സിസ്റ്റം ഉണ്ട്. എത്ര സയന്റിഫിക് ആണെന്ന് പറയുന്നത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം ബാച്ചലർ ഓഫ് ആർട്സ് BA, BSc ബാച്ചലർ ഓഫ് സയൻസ്, ബാച്ചലർ അവിവാഹിതൻ ബ്രഹ്മചാരി. അതാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥിക്ക് 5 ലക്ഷണം: കാകദൃഷ്ടിർ ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയെ പോലെ സൂക്ഷ്മതയുള്ളവൻ, കൊക്കിന്റെ ഏകാഗ്രതയുള്ളവൻ, പട്ടിയെ പോലെ ഉറങ്ങുന്നവൻ. മിക്കവാറും നമ്മുടെ മക്കൾ ഇന്ന് പോത്തിനെ പോലെ ഉറങ്ങുന്നത്. പട്ടിയെ പോലെ ഉറങ്ങുക, ഉറക്കത്തിലും ഉണർന്നിരിക്കുക. വീട്ടിന്റെ ഗേറ്റിന് ആരെങ്കിലും ഒന്ന് മുട്ടി, കള്ളൻ മുട്ടി, രാത്രി ആരാധ്യ ഉണരും, പട്ടി ഉണരും. പട്ടിയെ പോലെ ഉറങ്ങുന്നവൻ, ഉറക്കത്തിലും ജാഗ്രത ഉള്ളവനായിരിക്കണം വിദ്യാർത്ഥി. അല്പാഹാരം,
പോഷകസമ്പുഷ്ടമായ ആഹാരം കഴിക്കണം. 7 കാര്യങ്ങൾ ആഹാരത്തിൽ നിർബന്ധം: വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. ഈ കാര്യങ്ങളൊന്നും പാഠപുസ്തകം പഠിപ്പിക്കുന്നേ ഇല്ല. ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം പഠിച്ച ഞങ്ങളൊക്കെ എന്തോ ഒരു കാര്യം. ഈ നാടിനെ ആക്രമിച്ച് നമ്മുടെ പൂർവികന്മാരെ മൊത്തം കൊന്നുകളഞ്ഞ ആൾക്കാരുടെ ഭരണപരിഷ്കാരമൊക്കെ പഠിച്ചു. സായിപ്പ് കുറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. അവരാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഉണ്ടാക്കിയത്. എന്തിന്? ഞങ്ങളുടെ വയനാട്ടിൽ നിന്നൊക്കെ കുരുമുളക് വിശാഖപട്ടണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൻ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് മഹത്തായ സംഭാവനയായിട്ട് നമ്മളുടെ തലമുറയിൽ കുത്തിക്കയറ്റിയത്. മാക്സ് മുള്ളർ വിഭാവനം ചെയ്ത ഈ പാഠ്യപദ്ധതി 1969 ജയൻ ഉണ്ടാക്കി. ഡൽഹിയിൽ ആരാവലി പർവ്വതത്തിന്റെ ചുവട്ടിൽ 1000 ഏക്കർ ഭൂമിയിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ജയൻ. ഈ ജയന്റിൽ നിന്നാണ് നമ്മുടെ ചരിത്ര പാഠപുസ്തകം തയ്യാറാക്കിയത്. ഇത് മാറിയത് പിന്നീട് അടൽജിയുടെ കാലഘട്ടം വന്നപ്പോഴാണ് ഈ ചരിത്ര പാഠപുസ്തകം മാറിയത്. ഇനി കംപ്ലീറ്റ് മാറുകയാണ് 2030 നമ്മൾ ഈ പഠിച്ച ഒന്നുമല്ല പഠിക്കേണ്ടത്. ഇതൊന്നുമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 5ാമത്തെ ക്ലാസ് മുതൽ ഒരു കുട്ടി ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഭാരതത്തിൽ 64 കലകളുണ്ട്. നമ്മളൊരു കലയുടെ പേര് പറയട്ടെ. നമുക്കറിയാം പാചകം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ്. നല്ല ജോലി സാധ്യത. പാചകം ഒരു കലയാണ്. മറ്റൊരു കലയുടെ പേര് പറയട്ടെ, ചമയം. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഇങ്ങനെ വാദ്യം, ഘോഷം, നൃത്തം, ചമയം, കല, അങ്ങനെ 64 കലകളിൽ ഏതെങ്കിലും ഒന്നിനോട് താല്പര്യമില്ലാത്ത കുട്ടി ഉണ്ടാവില്ല. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടിയെ നിങ്ങൾ എഞ്ചിനീയർ ആക്കാൻ നോക്കരുത്. അവൻ ചിത്രം വരക്കട്ടെ. ചിത്രം വരക്കുവാൻ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു വാദ്യത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല. നന്നായിട്ട് സാമ്പാറും പാചകവും ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിട്ടുള്ളത്? 64 കലകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ 5ാമത്തെ വയസ്സ് മുതൽ അതിലൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ അവൻ 17 വയസ്സ് വരെ പഠിച്ചാലാണ് MA കഴിയുക. 17ാമത്തെ ക്ലാസ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരാളോട് ചോദിച്ചു, എന്താ പണി? ഒരു പണിയില്ല. ഇനി എന്തെങ്കിലും പണി അറിയോ? ഒരു പണിയും അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകണം. BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി. MA ഹിസ്റ്ററി, BA ഹിസ്റ്ററി വെച്ചാൽ എന്ത് പണി പിടിക്കും? ഈ പണി മുഴുവൻ ഇവന് 21ാമത്തെ വയസ്സിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ 23 വയസ്സാണ്. 23ാമത്തെ വയസ്സിലും ഈ പാവ അച്ഛൻ തന്നെ റോഡ് പണിയെടുത്തിട്ട് ഇവനെ പോറ്റണം. MA ഏതാണ് ഡിഗ്രി? MA ഒഴുകി തിന്നാൻ പറ്റുമോ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, എക്സ്പേർട്ടുകളെ ഉണ്ടാക്കുന്ന പുതിയ വിദ്യാഭ്യാസമൊക്കെ വരുന്നു. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇനി വരുന്നത്. ഇടയ്ക്കുണ്ടായ ഒരു ജനറേഷനിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൂടിപ്പോയി. ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം വല്ലാതെ കൂടിപ്പോയി. ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. താനൂരിൽ വെച്ചിട്ട് 3 പെൺകുട്ടികൾ ട്രെയിൻ കയറി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയും 2 ഹിന്ദു പെൺകുട്ടികളും. മുസ്ലിം പെൺകുട്ടി തട്ടം ഇങ്ങനെ വലിച്ച് താഴ്ത്തുന്നുണ്ട്, കൂടി ഞങ്ങൾ കാണാതിരിക്കും. ഹിന്ദു പെൺകുട്ടി പാൻറ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അതിലൊന്നും കയറി നമ്മൾ ചൊറിയാൻ നിൽക്കരുത്. അത് അവരുടെ സ്വാതന്ത്ര്യം. ആ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ. നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ ശാന്തിക്കാരോട് ചോദിച്ചിട്ടാണ് എന്നിട്ട് വന്നത്. നിങ്ങൾ സ്വയം തീരുമാനിച്ചു. ആ സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടിക്കുണ്ട്. പക്ഷെ ഈ പാൻറ് ഇട്ടിട്ട് അവിടെ ഒരു ചോദ്യം ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ എന്താണ്? ഇതാണ് അഭിമാനിക്കുന്നത്. മോളെ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം. നീ ഒന്ന് മതം മാറി അഖില ഹാദിയായാൽ നിന്റെ വസ്ത്രം ആര് തീരുമാനിക്കും? മതം തീരുമാനിക്കും. നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇപ്പോ യൂട്യൂബിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ ആവശ്യമുള്ളവർ കാണാം. ഒരു അഫ്ഗാനിസ്ഥാനിൽ 14 വയസ്സുള്ള കുട്ടിയുടെ കൈവെട്ടുന്ന ഒരു രംഗമുണ്ട്. ഈ കുട്ടി ചെയ്ത് തെറ്റാൻ എന്താണെന്നറിയോ? നെയിൽ പോളിഷ് ഇട്ടു. നമ്മൾ ക്യൂട്ടസ് എന്നൊക്കെ പറയൂലേ, അതിട്ടതാണ്. അത് അവിടെ പാടില്ലത്. അപ്പൊ കൈ ഇവിടെ ഒരു വലിയ പബ്ലിക് പ്ലേസ് കൊണ്ടുവന്ന് റോഡിന്റെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ, ഉമ്മയുടെ ഒക്കെ ഒരു കരച്ചിലുണ്ട്, അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരൊറ്റ വെട്ടം. അതും ആ കൈവെട്ടിയിട്ട് കൈയൊരു സൈഡിൽ കുട്ടിയെ അലറി വിളിച്ചോണ്ട് ഓടുന്ന രംഗം നോക്കൂ. ഒരു തോണി ഇങ്ങനെ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ധാരാളം യാത്രക്കാരുണ്ട്. കൂട്ടത്തിൽ ഒരു പന്നിയുണ്ട്. പന്നി വലത്തോട്ട് ചാടിയപ്പോൾ തോണി വലത്തോട്ട് മറിയാൻ പോയി. പന്നി ഇടത്തോട്ട് ചാടിയപ്പോൾ തോണി ഇടത്തോട്ട് മറിയാൻ പോയി. ഈ സമയത്ത് ആളിലെ യാത്രക്കാർ പറഞ്ഞു പന്നിയുടെ ഉടമസ്ഥനോട്, തന്റെ പന്നി കാരണം നമ്മളെല്ലാവരും വെള്ളത്തിലാവും, അതുകൊണ്ട് പന്നി ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലായിരിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ പന്നി അനുസരിക്കില്ല. അപ്പൊ കൂട്ടത്തിലൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർത്തരാം, നിങ്ങൾ എല്ലാവരും പന്നിയെ പിടിച്ചു പോക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പന്നിയെ പിടിച്ചു പോക്കി. വെള്ളത്തിലെറിയൂ എന്ന് പറഞ്ഞു. വെള്ളത്തിലെറിയും. പന്നി കുറേ സമയം ഈ തോണിക്ക് പിന്നാലെ നീന്തി.
അതിനുശേഷം പറഞ്ഞു എല്ലാവരും കൂടി പന്നിയെ പൊക്കിയിട്ട് തോണിയിലേക്ക് ഇടുന്നു പറഞ്ഞു. എല്ലാവരും കൂടി പന്നിയെ പൊക്കി തോണിയിലിട്ടു. പിന്നെ ഒരു കുഴപ്പമില്ല, പന്നി ശ്വാസം കഴിക്കുകയല്ലാതെ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ചോദിച്ചു ഇതെന്താ ബുദ്ധിമാനല്ല പണ്ഡിത സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് പന്നിക്ക് അറിയില്ലായിരുന്നു വെള്ളത്തിൽ വീണാനുള്ള ബുദ്ധിമുട്ട്. വെള്ളത്തിൽ 10 മിനിറ്റ് നീന്തിയപ്പോൾ പന്നിക്ക് മനസ്സിലായി ഇനിയും ഞാൻ വെള്ളത്തിൽ നീന്തേണ്ടി വന്നത് ഞാൻ ഇവിടെ ഈ വികൃതി കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് ഹിന്ദുവായി അഭിമാനിക്കാൻ എന്താ ഉള്ളത്? അമ്പലം ചുമരല്ലേ, വിഗ്രഹം കല്ലല്ലേ, ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെക്കണം എന്നൊക്കെ പറയുന്നവന്മാരെ 10 പേരെ സെലക്ട് ചെയ്യുക, അഫ്ഗാനിസ്ഥാനിൽ 10 ദിവസം കൊണ്ടുപോയിടുക, ഇങ്ങോട്ട് എടുക്കുക, നല്ല കുട്ടികളായിരിക്കും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഹിന്ദു കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈശ്വര വിശ്വാസിയായ വാൽമീകി മഹർഷി എന്ന് വിളിച്ചു, ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ മഹർഷി എന്ന് വിളിച്ചു, കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെ മഹർഷി എന്ന് വിളിച്ചു, നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാ. ചാർവാകന്റെ പോളിസി എന്താ? കയ്യിൽ പണം ഉണ്ടെങ്കിൽ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിച്ചോളൂ. പുനരാഗമനം ഹുദ, വീണ്ടും ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കണം. നമ്മൾ ഈ പൂർവ്വജന്മം പുനർജന്മം ഒക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്ന അട്ടർ വേസ്റ്റ്, ഇതൊക്കെ തെറ്റായ ഫിലോസഫികളാണ്. അതുകൊണ്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അന്നത്തെ ജീവിതം സുഖകരമായിട്ട് ജീവിച്ചോളൂ, ദൈവവും ഇല്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ചാർവാകനെ ചാർവാക മഹർഷി എന്ന് വിളിച്ചവരാണ്. കാരണം ദൈവമുണ്ട് എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ ദൈവമില്ല എന്ന് പറയുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതാണ് ക്രിയാത്മക വിമർശനങ്ങൾ. നിങ്ങൾ എന്നെ വിമർശിക്കുന്നു എങ്കിൽ എന്റെ ഉയർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ തിരുത്തേണ്ടതിനെ തിരുത്തണം. പക്ഷെ എന്റെ കുറ്റങ്ങളും കുറവുകളും 100 കേൾക്കെ നിങ്ങൾ പറഞ്ഞിട്ട് 101 വഴി ഞാൻ അറിയുന്നുവെങ്കിൽ അതൊരിക്കലും ക്രിയാത്മക വിമർശനങ്ങളല്ല. അതാണ് പറയുന്നത് സത്യം മുറിയാതെ പ്രിയം മുറിയാതെ. പ്രിയമുള്ളവരോട് സത്യം പറയണം, പക്ഷെ അത് മധുരമായിട്ട് പറയണം. ഒരാളുടെ ദോഷം വശങ്ങൾ നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ 10 കാര്യങ്ങൾ ഉറക്കെ നാട്ടുകാരിലൊക്കെ പറയണം. എന്നിട്ട് ആ ദോഷം മാത്രം പറഞ്ഞു അതുകൂടി ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ തിരുത്തും. അല്ലാതെ 10 നല്ല കാര്യങ്ങൾ ആരോടും പറയില്ല, ദോഷം മാത്രം വിളിച്ചു പറഞ്ഞാൽ ഒരു കാരണവശാലും തിരുത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇഷ്ടമില്ലാത്തൊരു സാധനമുണ്ട്, നമ്മൾ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഏതാണ്? ഉപദേശം. നമുക്കിഷ്ടമാണ് ഉപദേശം അല്ല. അതുകൊണ്ട് കുട്ടികൾക്കും ഉപദേശങ്ങൾ ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ പാഠശാലയുടെ കൗൺസിലിംഗ് ട്രെയിനിങ്ങിൽ ഉപദേശങ്ങളില്ല, നിർദ്ദേശങ്ങൾ മാത്രം. നിർദ്ദേശവും ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ കൊല്ലല, ബോറടിപ്പിക്കല. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളുടെ മുന്നിൽ ഒരു ചോയ്സ് വെച്ചു കൊടുക്കുക. 10ാം തരത്തിലെ പരീക്ഷ പാസ്സായ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ +1 എന്തെടുക്കണം. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളെ കൊണ്ട് സംസാരിപ്പിച്ച് എന്താണ് ജോലി സാർ. പണ്ട് പഞ്ചാബി ഹൗസ് എന്ന സിനിമ എടുത്തില്ലേ നിങ്ങൾ? അതിൽ ദിലീപ് കയർ ഫാക്ടറി തുടങ്ങുന്നുണ്ട്. കയറിന്റെ എല്ലാ ഉപകരണങ്ങളും മേടിച്ചു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിനു ശേഷം അയാൾക്ക് മനസ്സിലാകുന്നത് കയറ് പിരിക്കാൻ നാട്ടിൽ ആളില്ല. അങ്ങനെ അത് കൂട്ടിപ്പോയി. ഇതുപോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് +2 കഴിഞ്ഞിട്ട്, എന്താണ് ചെയ്യേണ്ടത് 10ാം തരം കഴിഞ്ഞിട്ട് എന്ന് കുട്ടികൾക്ക് കൃത്യമായ ബോധ്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവരെടുക്കും. എന്നിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് അയ്യോ വേസ്റ്റായി പോയല്ലോ എന്ന് ചിന്തിക്കും. ഇത് നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ രാവിലെ 6 മണിക്ക് നമ്മുടെ കുട്ടി എഴുന്നേൽക്കണം. 6 മണിക്ക് ആദ്യത്തെ മണിക്ക് എഴുന്നേൽക്കോ? നിങ്ങളുടെ കുട്ടികളല്ല, ഇവിടെ വരാത്ത അമ്മമാരുടെ കുട്ടികളാണ്. നിങ്ങളൊക്കെ ഡീസൻ്റാണ്, നിങ്ങളുടെ കാര്യത്തിലെല്ലാം പറയുന്നത്. 6 മണിക്ക് എഴുന്നേറ്റു, കുട്ടി വിളിച്ചു എഴുന്നേറ്റില്ല. 6:15 അമ്മ അടുക്കളയിൽ പോയി വരുമ്പോഴും ഇവനിങ്ങനെ കിടന്ന പോലെ കിടക്കുകയാണ്. വീണ്ടും വിളിച്ചു എഴുന്നേറ്റില്ല. 6:30 ആയിക്കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു മൃഗത്തിന്റെ പേര് കൂട്ടി വിളിച്ചാലാണ് പിള്ളേർ വേഗം എഴുന്നേൽക്കുക. അതേ മൃഗം ഇവിടെ പോത്ത്. ഞങ്ങളുടെ നാട്ടിൽ പോത്ത് തന്നെയാണ്, മൊത്തത്തിൽ പോത്താണ്. പോത്ത് പോലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞാൽ കുട്ടി എണീക്കും. നോക്കൂ, 3 അവസ്ഥയിലൂടെയാണ് നമ്മൾ എപ്പോഴും കടന്നു പോകുന്നത്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത. ഇതെന്താ സംഭവം മനസ്സിലായോ? ജാഗ്രത, മനസ്സും ശരീരവും മൂടാത്ത അവസ്ഥ. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുകയാണ് 10 പവൻ വെച്ചിരുന്ന അലമാര കൂട്ടിയിരുന്നോ? നിങ്ങളുടെ മനസ്സിലൂടെ ഉണ്ടാവും, അലമാരയുടെ ലോക്കിന്റെ മുകളിലുണ്ടാവും. എന്നെ ചുമ്മാ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിൽ. അതാണ് മനസ്സും ശരീരവും ഒരു രേഖയിൽ വരുമ്പോഴാണ് നമ്മൾ ജാഗ്രതയിലാകുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഈ മൈക്കിലൂടെ അലറുന്നു, നിങ്ങൾ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. മനസ്സിവിടെ ഇല്ല എങ്കിൽ ചെവിയെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിന് എവിടെയും വെക്കാം. മനസ്സിൽ ഒരുപാട് വിശാലതയുണ്ട്. നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ ഗ്രാമം വരട്ടെ, വന്നു. കേരളം വരട്ടെ, വന്നു. ഭാരതം വരട്ടെ, വന്നു. ഈ ഭൂമി തന്നെ വരട്ടെ, വന്നു. അപ്പൊ മനസ്സാണോ ഭൂമിയാണോ വലുത്? മനസ്സാണ്. മനസ്സിന് ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. കാരണം ഭൂമിയെ ഉൾക്കൊള്ളുവാൻ മനസ്സിന് കഴിയും. അത്രയും വലുതാണ് മനസ്സിന്റെ കപ്പാസിറ്റി. പക്ഷെ ആ മനസ്സ് ചഞ്ചല മാനസം എന്ന് പറയും നമ്മൾ. ഈ ചഞ്ചല മനസ്സ് നമുക്ക് മാത്രമല്ല, സീതാദേവിക്ക് പോലും ഉണ്ടായി. അതല്ലേ ഒരു മാനിനെ കണ്ടപ്പോ പിടിച്ചിരുന്നു വെച്ചത്? എന്താ വിഷയമായിരുന്നു?
സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അത് നമ്മുടെ വാൽമീകി രാമായണത്തിൽ അല്ല, അധ്യാത്മ രാമായണത്തിൽ ഒന്നുകൂടി മനോഹരമായിട്ട് വിവരിക്കുന്നത്. എന്തോ ഒരു ചതിയുണ്ടല്ലോ, ഇങ്ങനൊരു മാനിനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത് കണ്ട് മോഹിച്ചു പോയി, കിട്ടിയേ മതിയാകുമെന്ന് വാശി പിടിച്ചു. ഭാര്യമാർ വാശി പിടിച്ചാൽ ഭർത്താക്കന്മാർ തോറ്റു കൊടുക്കുന്നു, സ്വാഭാവികം, എല്ലാ വീട്ടിലുള്ളതാണ്. അപ്പൊ അത് സ്വാഭാവികമാണ്. ഭർത്താവ് ഓടി ചതിയായി നമുക്കറിയാലോ. പിന്നീട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഈ ഒന്നിനോടുള്ള ഭ്രമം എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാം, അത് ദൈവങ്ങൾക്ക് പോലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജാഗ്രത. മനസ്സും ശരീരവും ഉണർന്നിരിക്കുന്നു. രാത്രി 10 മണിക്ക് നമ്മൾ ഇത് ഉറങ്ങാൻ കിടന്നു. ഒരു 10:10 നമ്മൾ ഉറങ്ങിയാൽ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഉഗാണ്ട സ്വപ്നം കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സങ്കല്പം സാധാരണ ഉഗാണ്ടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ അനുഭവങ്ങളുമാണ് നമ്മുടെ സ്വപ്നങ്ങൾ. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ രാത്രി 1-2 മണിയാകുമ്പോൾ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകും. സുഷുപ്തിയുടെ മലയാള വാക്കാണ് ഗാഠനിദ്ര. ഇത് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ നാട്ടിൽ പഠിക്കാനായിട്ടുണ്ട്. അവരുടെ പേരാണ് കള്ളന്മാര്. ഈ 3 മണിക്കാണ് മിക്കവാറും മോഷണം ഉണ്ടാവുക. കാരണം നമ്മൾ ഗാഠനിദ്രയിലാണ് ഇവര് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു 3 മണി 4 മണി ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന്റെ 52 മിനിറ്റ് മുമ്പാണ്. അപ്പം ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ വീണ്ടും സ്വപ്നത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഒരു 4:30 നമ്മൾ വീണ്ടും സ്വപ്നത്തിലേക്ക് പോകും. ആ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മനോഹരമായ വാക്കുകളുടെ ആദ്യത്തെ വിളി എന്താണ്? പോത്തേ എന്നാണ്. അപ്പൊ കുട്ടി ആദ്യമായിട്ട് കേട്ടെന്താണ് ആ ദിവസം? പോത്തേ എന്നാണ്. പക്ഷെ കാറ്റിൽ ഉറങ്ങിപ്പോയി നമ്മുടെ രാമനോട്. വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തുകയാണ്. കേട്ടിട്ടില്ലേ വെങ്കടേശ്വര സുപ്രഭാതം? കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർധൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. കേട്ടിട്ടില്ല? അമ്മർക്കറിയില്ലേ? നിങ്ങൾ മന്ത്രമൊക്കെ നന്നായിട്ട് പഠിച്ചാൽ എനിക്കറിയാം. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മകനെ വിളിക്കുകയാണ്. കൗസല്യ സുപ്രജ രാമ. കൗസല്യയുടെ സുപ്രജ, ഏറ്റവും നല്ലത് മകനായ രാമ. സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. നരസാർധൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവരെ. കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളിൽ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തേ എണീക്കൂ എന്ന് പറയുന്നത് ഒരുപോലെയാണോ മോനെ? അല്ല. അതുകൊണ്ട് കുട്ടികളോട് ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ മാമ്പഴം പിടിച്ചിട്ടില്ലേ? വൈലപ്പള്ളിയുടെ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീര്. എന്തായാലും സംഭവിച്ചത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഉണ്ണിമാങ്ങ ഉണ്ടായപ്പോൾ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലെ അമ്മലർ ചെണ്ടെന്നൊടിച്ച് ആഹ്ലാദിച്ച് അടുത്തെത്തി. അപ്പൊ എന്ത് സംഭവിച്ചു? ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേനി. അമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതിനും എന്തൊക്കെ കരുതിയിട്ടാ ഉണ്ണിക്കുട്ടൻ വന്നത്. പക്ഷെ അമ്മ ചൂടായി. എന്ത് സംഭവിച്ചു? പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി. അങ്ങനെ കുട്ടി 2-3 മാസം ഇങ്ങനെ രോഗം വന്ന് മരിച്ചുപോയി. അപ്പോഴാണ് ആദ്യത്തെ മാങ്ങ വീഴുന്നത്. അപ്പോഴാണ് കവി പറയുന്നത്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. നിങ്ങൾ ദൈവത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ അജ്ഞരാണ്. അമ്മമാരെ കുറ്റം പറയുകയാണ് ആര്? കവി. അപ്പൊ നോക്കൂ, ഇത്രയാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. അപ്പൊ അവിടെയൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് ദശാവതാരങ്ങളുടെ ഒരു സങ്കല്പം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നല്ല കലാപരിപാടികളൊക്കെ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ മക്കളെ അധിക സമയം ഇങ്ങനെ ചിന്തിക്കാനും പാടില്ല. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണകൽക്കീതിരേ ദശ. ഒന്നാമത്തെ അവതാരം മത്സ്യം. ഭഗവാൻ എന്തൊരു മത്സ്യായി? ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും ഹയഗ്രീവൻ വേദം മോഷ്ടിച്ച് സാഗരത്തിന്റെ അടിയിൽ ചെന്നൊളിച്ചപ്പോൾ ആ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദത്തെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ മത്സ്യാവതാരം കൊണ്ടു. രണ്ടാമത് കൂർമ്മം, ആമ. കൂർമ്മമായിട്ട് വന്നു. നമുക്ക് ഒരു ദിവസം ദുർവാസ മഹർഷി ദേവേന്ദ്രൻ കാണാൻ ചെന്നു. ദേവേന്ദ്രൻ അതിമനോഹര ഒരു മാല കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ കൊമ്പിലിട്ട് കൊടുത്തു. ഐരാവതം അത് താഴെയിട്ട് ചവിട്ടി ഉടച്ചു. ഇത് കണ്ട മഹർഷി ശപിച്ചു കളഞ്ഞു. എന്തായിരുന്നു? ദേവന്മാർക്ക് ജരാന്തരം ബാധിച്ചു പോട്ടെ, വയസ്സന്മാരായി പോട്ടെ. ദേവന്മാർ മുഴുവൻ മഹർഷിയുടെ കാൽക്കൽ വന്നു വീണു, പരിഹാരം ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? പാലാഴി കടഞ്ഞിട്ട് അമൃത് ഉണ്ടാൽ കഴിച്ചാൽ നിങ്ങളുടെ ജരാനര ബാധിച്ചു. എല്ലാവരും വൃദ്ധന്മാരായി പോയി. ദേവന്മാർക്കൊന്നും വയസ്സാവില്ല എന്നാണ് സങ്കല്പം.
അങ്ങനെ പാലാഴി കടയാൻ തീരുമാനിച്ചു. മന്ദരപർവ്വത്തെ കടയോരാക്കി വാസുകിയെ ഞാണാക്കി. ഒരു ഭാഗം അസുരന്മാര് പിടിച്ചു, തലയുടെ ഭാഗം ആര് പിടിച്ചു? ദേവന്മാർ പിടിച്ചു. പാലാഴി കടയാൻ തുടങ്ങി. പലതും വിശിഷ്ടമായത് പൊങ്ങി വന്നു. എല്ലാം എടുത്തിട്ട് ദേവന്മാരെ കൂടി. ദേവേന്ദ്രനാണ് ഇത് ആർത്തി കാണിച്ചത്. വിശിഷ്ടമായതൊക്കെ ദേവേന്ദ്രൻ എടുത്തു കളഞ്ഞു. പക്ഷെ കാളകൂട വിഷം വന്നപ്പോൾ ആർക്കും വേണ്ട. പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ല. ഭഗവാൻ പരമേശ്വരൻ 2 കൈകളും കാണിച്ചു കൊടുത്ത് ഒരൊറ്റ വിഴുങ്ങല. 14 ലോകങ്ങളും വെന്ത് വെണ്ണീറായി പോകുവാൻ സാധ്യതയുള്ള ഈ കാളകൂട വിഷത്തെ നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിലും ലോകഹിതാർത്ഥം ഞാനിതാ പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ലോകത്തിനൊരു പ്രോബ്ലം വരുമ്പോൾ, കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിലേക്ക് എടുത്തു ചാടി ആ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരമേശ്വരന്റെ ഭക്തനാണ്. കാരണം ലോകത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ എന്റെ ജീവൻ എന്ത് പറ്റുമെന്ന് ചിന്തിക്കാതെ ഭഗവാൻ കാളകൂട വിഷത്തെ പാനം ചെയ്തു. ആ കാളകൂട വിഷം ഉള്ളിലേക്ക് ചെന്നാൽ തന്റെ ഭർത്താവ് മരിച്ചു പോകുന്നത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ പാർവതി ദേവി കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇത് പുറത്തേക്ക് മഹാവിഷ്ണു കുത്തിപ്പിടിച്ചു. ഭഗവാന്റെ കണ്ടത്തിൽ ഇത് ഉറച്ചു. നീലകണ്ഠനുമായി ഭഗവാൻ. അന്ന് രാത്രി ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി സമസ്ത ലോകവും തപസ് ചെയ്ത ദിവസമാണ് ശിവരാത്രി. ഇവിടെ ശിവരാത്രി ദിവസമൊക്കെ എടുക്കണം കേട്ടോ നമ്മളെല്ലാവരും. ലോകഹിതാർത്ഥം, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ലോകഹിതാർത്ഥം, ലോകത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ, സ്വയം മരിക്കാൻ. അതാണ് ആത്മാഹുതി. ആത്മഹത്യയുടെ ആത്മാഹുതിയുണ്ട്. പരീക്ഷയിൽ തോറ്റിട്ട് ചാവുന്നത് ആത്മഹത്യയാണ്. ജീവിതത്തിലെ ചില്ലറ പ്രശ്നങ്ങൾ, പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതിന്റെ പേരിലൊക്കെ ആളുകൾ തൂങ്ങി മരിക്കുന്നു. അതൊക്കെ ആത്മഹത്യയാണ്. ആത്മാഹുതി ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കലാണ്. 1942 കാലഘട്ടത്തിൽ INA-യുടെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ആർമിയിലെ പലരും ഈ ബ്രിട്ടീഷുകാരുടെ ടാങ്കറുകൾ തകർക്കുവാൻ കഴിയാത്തതുകൊണ്ട് ശരീരം മുഴുവൻ ബോംബ് കെട്ടിയിട്ട് മരങ്ങളിൽ നിന്ന് താഴേക്ക് ചാടി ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ടൊക്കെ സ്വയം പൊട്ടിത്തെറിച്ചു. അതൊന്നും ആത്മഹത്യയല്ല, അതൊക്കെ ആത്മാഹുതികളാണ്. അങ്ങനെ ഭഗവാൻ ആത്മാഹുതി ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ശിവരാത്രി. ഈ സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയി. മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ മന്ദരത്തെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ കൂർമാവതാരം കൊണ്ടുവന്നു. ആരായിട്ട് വന്നു? ആമയായിട്ട് വന്നു. എന്നിട്ട് മന്ദരത്തെ ഉയർത്തി. ഭഗവാന്റെ 3ാമത്തെ അവതാരമാണ് മത്സ്യം, കൂർമ്മം, വരാഹം. കൂർമ്മം ആമ, വരാഹം പന്നിയായിട്ട്. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ഏട്ടനും അനുജനായിരുന്നു. ഹിരണ്യാക്ഷൻ തപസ് ചെയ്തു, മരണം പാടില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു ഒരു വകുപ്പില്ല, നീ മാത്രമല്ല ഞാനും മരിക്കും. ജാതസ്യ ധ്രുവവും മൃത്യുഹു. ബ്രഹ്മാവിന് മരണമുണ്ടോ? ബ്രഹ്മാവിന് മരണമുണ്ട്. അതാണ് കൽപ്പം. ഒരു കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും. അതുകൊണ്ട് മരണത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷെ നിന്റെ മരണം നീ തെരഞ്ഞെടുത്തോളൂ. അങ്ങനെ അയാൾ പറഞ്ഞു എന്നൊരു മൃഗം മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷനെ കൊല്ലുവാൻ ഭഗവാൻ ആരായിട്ട് വന്നു? മത്സ്യം, കൂർമ്മം, വരാഹം, പന്നിയായിട്ട് വന്നു. ഹിരണ്യാക്ഷനെ കൊന്നറിഞ്ഞപ്പോൾ അനുജനായ ഹിരണ്യകശിപു അങ്ങേറ്റം കോപാകുലനായി. ഒരു കാരണവശാലും ഈ നാരായണനെ ഞാൻ ബഹുമാനിക്കില്ല, നാരായണനെ ഞാൻ ആരാധിക്കില്ല എന്ന് തപസ് ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വീണ്ടും വരം വാങ്ങി. മരണം പാടില്ല. ബ്രഹ്മാവ് പറഞ്ഞു നോ, ഒരു രക്ഷയില്ല, ഞാനും മരിക്കും. നിന്റെ മരണം നീ തീരുമാനിച്ചോളൂ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു കാര്യമാണ്, ആകാശത്തിൽ വെച്ചും ഭൂമിയിൽ വെച്ചും എന്നെ ആരും കൊല്ലരുത്. മനുഷ്യനോ ദേവനോ മൃഗമോ കൊല്ലരുത്. പക്ഷി എന്നെ കൊല്ലരുത്. അകത്ത് വെച്ചും പുറത്തു വെച്ചും കൊല്ലരുത്. പകലും രാത്രി എന്നെ കൊല്ലരുത്. മരണപ്പെടാൻ സാധ്യതയുള്ള സകല വഴികളും വരത്തിലൂടെ അടച്ചു കളഞ്ഞു ആര് എന്നാണ് ഹിരണ്യകശിപു കരുതിയത്. അങ്ങനെയാണ് ഹിരണ്യകശിപുവിന്റെ ഭാര്യ കയാതു ഗർഭിണിയായി. 6ാം മാസം ഗർഭിണിയായപ്പോ ദേവന്മാരങ്ങ് ദേവലോകത്ത് സ്കാൻ ചെയ്തു. ആൺകുട്ടിയാണ്. അച്ഛനേക്കാൾ വലിയ വില്ലനായിരിക്കും മകനെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗയാതുവിനെ തട്ടിക്കൊണ്ടുപോയി ദേവേന്ദ്രൻ വഴിയിൽ വെച്ച് നാരദ മഹർഷി കണ്ടു. എന്നിട്ട് പറഞ്ഞു കൊല്ലേണ്ട, ഞാൻ വളർത്തിക്കൊള്ളാം. നാരദ മഹർഷി യാത്രയൊക്കെ അവസാനിപ്പിച്ച് ആശ്രമത്തിലേക്ക് പോയി. ഗയാതുവിനോട് രാവിലെ കുളിച്ചു വരാൻ പറഞ്ഞു. കുളിച്ചു വന്നു. നിലവിളക്കിന്റെ പ്രകാശത്തിൽ നിലവിളക്കിന്റെ അഗ്നിസാക്ഷിയായി ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലുവാനും നാരായണന്റെ കഥകൾ പറയുവാനും തുടങ്ങി. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുട്ടിക്ക് പുറലോകമായിട്ട് ബന്ധമുണ്ടോ? അതിന് അമേരിക്ക ഒരു പേര് കൊടുത്തു. അപ്പോഴാണ് നമുക്ക് ഉഷാറായത്, അഭിമന്യു എഫക്ട് എന്ന്. സുഭദ്രയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പത്മവ്യൂഹം ഭേദിക്കുന്ന വിദ്യകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് അഭിമന്യു മനസ്സിലാക്കി എന്ന കഥ മഹാഭാരതത്തിൽ കേട്ടിട്ടില്ലേ? നോക്കൂ, ഗർഭസ്ഥ ശിശുവിന് പുറലോകമായിട്ട് ബന്ധമുണ്ട് എന്നത് സത്യമാണ്. 7ാം മാസം ഗർഭിണിയായ സ്ത്രീ ഭയന്ന് വിറച്ചു പോയാൽ ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ്, അങ്ങനെ ഉണ്ടാകുന്ന അമ്മയുടെ മനോവിചാരങ്ങൾ, അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ അമ്മയെ കുറിച്ച് പറയും ദ്വിഹൃദയാണ് അവൾ, 2 ഹൃദയമുള്ളവൾ. ഒന്ന് സ്വന്തം ഹൃദയം, ഒന്ന് കുഞ്ഞിന്റെ ഹൃദയം. അത് നമുക്ക് പിന്നീട് ഷോഡശ സംസ്കാരത്തിൽ പഠിക്കാനുള്ള വലിയ വിഷയമാണ്. നമുക്ക് പിന്നീട് ചിന്തിക്കാം. അങ്ങനെ മരിക്കാനുള്ള എല്ലാ കാര്യങ്ങളെയും അടച്ചു കളഞ്ഞു എന്ന് ആര് കരുതി?
മകൻ ജനിച്ചു, പ്രഹ്ലാദനായിരുന്നു, നാരായണന്റെ നാമം ജപിക്കുന്നു, നാരായണനെ മാത്രം പ്രകീർത്തിക്കുന്നു. മകനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി, എന്താ നന്നാക്കിയെടുക്കൽ? അച്ഛന്റെ ഹിരണ്യകശിപായ നമ എന്ന് ജപിക്കാൻ വേണ്ടി സകല ഗുരുക്കന്മാരുടെ അടിയിൽ കൊണ്ടുപോയിട്ട് എവിടെയും നടക്കുന്നില്ല. 4 വയസ്സ് പ്രായം, സായം സന്ധ്യ, കുട്ടി ജപിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ കൊല്ലാൻ വാളുമായിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, എവിടെ നിന്റെ നാരായണൻ? അച്ഛന്റെ ഹൃദയത്തിൽ നാരായണനുണ്ട്. വലിയ തത്വം പറഞ്ഞു കൊടുത്തു പ്രഹ്ലാദൻ. മൂപ്പർക്കത് മനസ്സിലായില്ല. എന്റെ ഹൃദയത്തിൽ നിന്റെ നാരായണനൊന്നുമില്ല. പിന്നെ എവിടെയുണ്ട്? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ആരുണ്ട്? നാരായണനുണ്ട്. അപ്പൊ അവിടെ വലിയൊരു തൂണുണ്ടായിരുന്നു. ഈ തൂണിലുണ്ടോ? ഈ തൂണിലുണ്ട്. ആ തൂണിന് ആഞ്ഞു വെട്ടി തൂണും നെടുകെ പിളർന്ന് അതിൽ നിന്നും നരസിംഹമൂർത്തി പുറത്തേക്ക് വന്നു. നരനുമല്ല, മനുഷ്യനുമല്ല, മൃഗവുമല്ല. ഹിരണ്യകശുവിനെ ഇടത് കൈ കൊണ്ട് വലിച്ചെടുത്തു. നേരെ വാതിൽപ്പടിയിൽ ചെന്നിരുന്നു. മടിയിൽ കിടത്തി കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ട് കൊന്നാണ്. എവരി പ്രോബ്ലം ഹാവ് എ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. രാമന്റെ കാലത്ത് രാവണനുണ്ട്, കൃഷ്ണന്റെ കാലത്ത് കംസനുണ്ട്. അമ്മാവനെ പേടിച്ചിട്ട് ഭഗവാൻ ജനിച്ചത് ജയിലില്ല, കാരാഗ്രഹത്തിൽ. അമ്മയുടെ മുലപ്പാൽ ഭഗവാൻ കുടിച്ചിട്ടില്ല. ജനിച്ച ഉടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുട്ടി അവിടെ വെച്ചു. ഇങ്ങനെ വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നവരെ ഭഗവാന്റെ ജീവിതം നോക്കൂ. ഒരിക്കൽ പോലും ഭഗവാൻ കരഞ്ഞിട്ടില്ല. കുചേലിനെ കണ്ടപ്പോൾ കരഞ്ഞല്ല കേട്ടോ, ആനന്ദാശ്രുവാണ്. സന്തോഷം കൊണ്ട് കണ്ണിന്ന് വെള്ളം വന്നു, അത് കരച്ചലല്ല. ആ ഭഗവാന്റെ ജീവിതം നമുക്ക് പിന്നീട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഹിരണ്യകശുപിനെ കൊല്ലുവാൻ വേണ്ടി ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്നു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. നമ്മുടെ ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടതാണ്. മാവേലി എന്ന് പറയുന്ന നല്ലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഭരിച്ചു കണ്ടപ്പോൾ എല്ലാവർക്കും അസൂയായി. അപ്പൊ ദേവന്മാർക്ക് അസൂയായപ്പോൾ ദേവേന്ദ്രൻ ആരായിട്ട് വന്നു? വാമനായിട്ട് വന്നു. എന്നിട്ട് ആ നല്ല രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി തന്നു കളഞ്ഞു. ഇതല്ലേ പഠിച്ചത്? അപ്പൊ ആരാ ഇതിൽ വില്ലൻ? വില്ലൻ മഹാവിഷ്ണു അല്ലേ? വാമനല്ലേ വില്ലൻ? നമ്മൾ വാമനെ വെറുത്തില്ലേ കുറെ കാലം? നമ്മൾ കുറെ കാലം വാമൻ. പക്ഷെ നമ്മൾ മഹാബലിക്ക് വേണ്ടി എവിടെയെങ്കിലും അമ്പലം ഉണ്ടാക്കിയോ? ഇല്ല. വാമനമൂർത്തിക്ക് വേണ്ടി നമ്മൾ ഹിമാലയത്തിൽ പോലും അമ്പലം ഉണ്ടാക്കി. വാമനമൂർത്തി എല്ലാ സ്ഥലത്തും. എന്ത് സംഭവിച്ചു? പ്രഹ്ലാദന്റെ മകനായ വീരോചനൻ, ആ വീരോചന്റെ മകനാണ് മഹാബലി. ധർമ്മിഷ്ഠൻ, സത്യസന്ധൻ. ഭൂമി ഭരിച്ചു, എല്ലാവർക്കും പ്രകീർത്തിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: പ്രതിസന്ധി, പ്രലോഭനം, പ്രശംസ. ഇതിൽ ഏറ്റവും അപകടകാരിയാണ് പ്രശംസ. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം, മന്ത്രിമാരൊക്കെ പല ട്രാപ്പിലും വിടുന്നത്. ഉപചാപക വൃന്ദങ്ങൾ ചുറ്റും രൂപപ്പെടും. ഇവർ പറയും അങ്ങൊരു സംഭവമാണ്. അങ്ങനെ മഹാബലിയോട് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു അങ്ങൊരു മഹാസംഭവമാണ്, അങ്ങ് ദേവലോകത്തെ രാജാവാകേണ്ട ആളാണെന്ന്. മൂപ്പര് ദേവലോകത്തെ രാജാവാകാൻ വേണ്ടിയിട്ട് യാഗം നടത്തി. ഇതറിഞ്ഞപ്പോൾ ദേവന്മാർ പറഞ്ഞു, ദേവലോകത്തെ സിംഹാസനം ദേവന്മാർക്ക്, മനുഷ്യലോകം മനുഷ്യൻ്റേത്, അസുരലോകം അസുരൻ്റേത്, പരസ്പരം ഇടപെടരുത്. ഈ അസുരന്മാര് ദേവലോകം പിടിച്ചടക്കാൻ പോകുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. ഒരിക്കലും അസുരന്മാരുടെ ലോകത്തെ ദേവന്മാര് വേണ്ടാത്ത ദൃഷ്ടിയിൽ നോക്കാറില്ല. അങ്ങനെ യാഗം നടത്തുവാൻ തുടങ്ങിയപ്പോൾ മഹാവിഷ്ണുവിന്റെ അരികിൽ ചെന്ന് ദേവന്മാർ പരാതി പറഞ്ഞു, മഹാവിഷ്ണു പരമഭക്തനാണ് എന്റേത്, മഹാബലി ഞാൻ പരിഹരിക്കാം. വാമനായി, ഹൈറ്റ് കുറഞ്ഞ വാമനായിട്ട് ചെന്നു. അപ്പൊ ഇയാളുടെ കാൽ ഇത്രയേ ഉള്ളൂ. രാജസദസ്സിലേക്ക് ചെല്ലുന്നു. എന്താ വന്നതെന്ന് ചോദിക്കുന്നു. ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് കുറച്ച് ഭൂമി വേണം. എന്തിനാണ്? തപസ് ചെയ്യാൻ. എത്ര വേണം? 3 അടി. ഒരു 3 അടി. അപ്പൊ ഇയാളിങ്ങനെ നോക്കി. 3 അടി എന്ന് പറഞ്ഞാൽ ഇത്ര. ഒരു ലോകം ഭരിക്കുന്ന ഒരു വലിയ രാജാവിനോട് വന്നിട്ട് ഇത്ര ഭൂമി. അന്ന് പറഞ്ഞ വാക്ക് അറമ്പരിപ്പോയി. വാക്കുകൾ വാണികളാണ്, പറയുമ്പോൾ സൂക്ഷിക്കണം. പിന്നീട് തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മഹാഭാരതത്തിൽ ഭീമൻ പറയും, ഈ ദുര്യോധന്റെ തുടക്ക് തന്നെ അടിക്കുകയാണ്. ചതഞ്ഞറിഞ്ഞ് വീണുപോയ തുടയ്ക്ക് വീണ്ടും വീണ്ടും ഗത കൊണ്ട് അടിക്കുന്നത് കണ്ടപ്പോ എല്ലാവരും ചോദിച്ചു, എന്താണ് നിനക്ക് ഇങ്ങനെ പക? അത് ഭാര്യയെ പണം വെച്ചിട്ട് ഏട്ടൻ കളിച്ചു. അത് ശരിയാണോ? മഹാഭാരതത്തിൽ നമ്മൾ അന്ധമായിട്ട് ആരാധിക്കേണ്ട ഒരൊറ്റ ആളുള്ളൂ, ശ്രീകൃഷ്ണൻ. ബാക്കി ഒരാളെയും നിങ്ങൾ അന്ധമായിട്ട് ആരാധിക്കരുത്. അവരുടെ നന്മകളെ സ്വീകരിക്കണം, അവരുടെ പോരായ്മകളെ നമ്മൾ തള്ളണം. ഭാര്യയെയും അന്യനെയും പണയം വെച്ച് കളിച്ചത് ശരിയല്ല. ഭാര്യയെ പണം വെച്ച് കളിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ പറയാൻ പാടില്ലാത്ത വാക്കാണ്. ഇവിടെ വരൂ, എന്റെ തുടയിലിരിക്കൂ. ആ തുടയാണ് ചതച്ചരച്ച് കളഞ്ഞത്. ആ സമയത്ത് ഭീമൻ പറയുന്നൊരു വാക്കുണ്ട് മഹാഭാരതത്തിൽ, ആയുധം കൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങിയേക്കാം, വാക്കുകൊണ്ടുള്ള മുറിവ് ജീവിതകാലം മുഴുവൻ കൂടെ കാണും. ഉണ്ടാവും, നമുക്കുണ്ടാവും അങ്ങനെ. ചില ആളുകൾ പറഞ്ഞ ചില വാക്കുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മരിക്കുന്നത് വരെ ഉണങ്ങില്ല. അതുകൊണ്ടാണ് വാക്കുകൾ, കുടുംബത്തിലൊക്കെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കണം വാക്കുകൾ. കുടുംബത്തിൽ വഴക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. ഭാര്യയും ഭർത്താവ് ദിവസം 1 വീതം 2 നേരം കലഹിക്കണം. അങ്ങനെയാണ് കണക്ക്.
പക്ഷെ നിങ്ങൾ ചക്കയെക്കുറിച്ചാണ് കലഹിക്കുന്നതെങ്കിൽ സബ്ജക്റ്റ് ചക്ക മാത്രമായിരിക്കണം. ഇത് ചക്കയിൽ പറഞ്ഞ് ചേന, ചേമ്പ്, ചുണ്ണാമ്പ് അങ്ങനെ പോയി കറങ്ങി വരരുത്. പരസ്പരം ബഹുമാനത്തോടു കൂടി കലഹിക്കണം. ഈ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, മക്കൾക്ക് മുന്നിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ കലഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മക്കളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. എന്നിട്ട് നേരെ വാതിലടക്കുക, സാക്ഷിയിടുക, 1 2 3 പറയുക, കലഹിക്കുക, തിരിച്ച് പുറത്തു വരിക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാവും. മക്കളുടെ ഈ ഒരു സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്നൊരു വിഷയമാണ്. നമുക്ക് അപ്പം സംസാരിക്കാം. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി. 6 മാസം പ്രായമുള്ള കുട്ടിയെ കിടന്നതിന് മുമ്പ് അമ്മ എന്ത് ചെയ്യുക, അവന് ചുറ്റുമുള്ള സാധനം മുഴുവൻ അവൻ കാണുക എടുത്തിട്ട് മുകളിൽ വെക്കും. ഇവൻ എടുക്കാൻ സാധ്യതയുള്ള പല സാധനങ്ങളുണ്ടാവില്ലേ ചുറ്റും, അവൻ കാണുകയെ. അങ്ങനെയാണ് കുട്ടിക്ക് വാശി വളരുന്നത്. 2 വയസ്സുള്ള കുട്ടി പഞ്ചസാര കട്ടു നിന്നുമ്പോൾ അവൻ ഇടത്തോട്ട് നോക്കും, വലത്തോട്ട് നോക്കും, അമ്മയെ നോക്കും, കുപ്പി തുറക്കും, പഞ്ചസാര വായിലിടും, അവൻ ഓടും. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവനെ ബോധിപ്പിക്കുന്ന ഒരു മനസാക്ഷി അവന്റെ ഉള്ളിൽ അന്ന് മുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പഞ്ചസാര കട്ടു നിന്ന കുട്ടിയോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും പിന്നീട്? ഭഗവാൻ എത്ര പ്രാവശ്യം വെണ്ണ കട്ടു? യശോദ എങ്ങനെയാ സമീപിച്ചത്? ഒക്കെ എന്തൊക്കെ തത്വങ്ങളാണ് പഠിപ്പിക്കുന്നത്. യശോദയുടെ മുന്നിൽ നാട്ടിൽ ഒരു വെണ്ണക്കലവും ആരും ബാക്കി വെച്ചിട്ടില്ല. നന്ദനോദ്യാനത്തിലെ ഒരു വെണ്ണക്കലവും ഭഗവാൻ ബാക്കി വെച്ചിട്ടില്ല. പക്ഷെ നന്ദനോദ്യാനത്തിലെ ഓരോ സ്ത്രീയും വെണ്ണ കട്ടുന്ന കണ്ണനോട് എങ്ങനെ പെരുമാറി? അവർ പറഞ്ഞ വാക്കുകളുണ്ട്. എവിടെയെങ്കിലും കണ്ണൻ ഇൻസൾട്ട് ഉണ്ട്? അവർ 50 മാർക്കിൽ 49 കുട്ടി വീട്ടിൽ വന്നു. നിങ്ങളുടെ കുട്ടികളല്ലേ? 50ൽ 49 കിട്ടിയ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? അല്ല, ആ ഒന്ന് എവിടെ പോയി എന്നായിരിക്കും. 50 എത്രയാ മാർക്ക്? 49. കാണാതെ പോയ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടുന്ന അമ്മ കിട്ടിയ 49നെ കുറിച്ച് സന്തോഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നിവേദ്യ എന്ന കുട്ടി മലപ്പുറത്ത് ഇപ്പൊ ആത്മഹത്യ ചെയ്തു. SSLC റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് കുട്ടി ആത്മഹത്യ ചെയ്തു. വായിച്ചില്ല? പത്രത്തിലുണ്ടായിരുന്നു. നിവേദ്യ ഹിന്ദു കുട്ടിയായിരിക്കും. കാരണം നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് നമ്മൾ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തേച്ചു. നമ്മൾ അവർക്ക് ഹോർലിക്സ് കൊടുത്തു, ബൂസ്റ്റ് കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു, ഒക്കെ കൊടുത്തു. പക്ഷെ രാമന് കൊടുത്തില്ല. ഇതൊക്കെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് പക്ക രാമവിരുദ്ധന്മാരായിരുന്നു. അന്ന് പഠിപ്പിച്ചൊന്ന് SFIO പഠിപ്പിച്ചൊന്ന് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ യേശു മുഹമ്മദോ അതുണ്ടായിരുന്നു. അതൊട്ട് കളിക്കരുത്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അതൊക്കെ കെട്ടുകഥാപാത്രങ്ങളാണ്. ആയിക്കൊള്ളട്ടെ, നിങ്ങൾ രാമനെ ആരാധിക്കുമ്പോൾ രാമന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഹിന്ദുവിലെ സ്വാതന്ത്ര്യമില്ലേ? പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുത്നാമ നരകം. പുത്ത് നരകം. നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ ആര്? പുത്രൻ. അച്ഛന്റെ വാക്കാരുടെ വാക്കാ. അത് അച്ഛന്റെ വാക്ക്. അത് ആരാ പാലിക്കേണ്ടത്? അച്ഛനാ പാലിക്കേണ്ടത്. എന്നാണ് നമ്മുടെ സ്വാഭാവിക ന്യായം ഉണ്ടാവുക. അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി മകനാണ് 14 കൊല്ലം കാട്ടിൽ പോയത്. ഒരു തെറ്റും ഒരു വാക്കും രാമൻ ആർക്കും കൊടുത്തിട്ടില്ല. കൈകേയി മാതാവിന്റെ ഉള്ളിൽ മന്ഥര പ്രവർത്തിച്ചു. നിങ്ങളുടെ ഈ 2ാമത്തെ കാണ്ഡമുണ്ടല്ലോ, നമ്മുടെ അയോധ്യകാണ്ഡം. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളില് ഈ കാലുഷ്യം ഉണ്ടാകുന്നതെന്ന് മന്ഥര പഠിപ്പിച്ചു. മന്ഥര വരുമ്പോ അയോധ്യ മൊത്തം സന്തോഷത്തിലാണ്. അങ്ങേയറ്റം സന്തോഷത്തിലാണ് കൈകേയി. നാളെ രാവിലെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള പട്ടുസാരി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? കൈകേയി. അപ്പോഴാണ് ആര് ചെല്ലുന്നത്? മന്ഥര. ചോദിക്കും, എന്താ ഇത്ര സന്തോഷം? നാളെ എൻ്റെ മകന്റെ പട്ടാഭിഷേകമാണ്. അപ്പൊ മന്ഥര എടുത്തിട്ട് ചോദിക്കുകയാണ്, ഭരതനാണോ നാളെ രാജാവാകുന്നത്? ഇത് മൂപ്പത്തിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ആർക്ക്? മന്ഥരക്ക് അറിയില്ലായിരുന്നു. നാട് മുഴുവൻ അറിഞ്ഞൊരു വാർത്തയാണ് ഇത്. രാമനാണ് നാളെ രാജാവുന്നത്. ഭരതനാണോ രാജാവാകുന്നത്? ഭരതനല്ല, രാമനാണ്. രാമൻ നിന്റെ മോനാണോ? അടുത്ത ചോദ്യം. ആ, രാമൻ എൻ്റെ മകൻ തന്നെയാണ്. എനിക്ക് ഭരതനേക്കാൾ പ്രിയം രാമനോട് തന്നെയാണ്. കൈകേയി ഒട്ടും വിട്ടുകൊടുത്തില്ല. കൈകേയിക്ക് ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്രമാത്രം രാമനെ സ്നേഹിച്ചൊരു അമ്മയായിരുന്നു ആര്? കൈകേയി. അപ്പൊ നീയാണോ ഭരതനെ പ്രസവിച്ചത്, രാമനെ പ്രസവിച്ചത്? ഈ എടി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മന്ഥരക്ക്. കാരണം കൈകേയി എടുത്ത് വളർത്തിയത് മന്ഥര അമ്മയുടെ തോഴിയാണ്. എല്ലടി നീയാണോ രാമനെ പ്രസവിച്ചത്? പ്രസവിച്ച ഞാനെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് കൗസല്യാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയ ആരോടാണ്? രാമനോടാണ്. അങ്ങനെ ഒരുപാട് ഒരു 5-10 നമ്പർ ആരും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൊട്ടിയില്ല. പക്ഷെ അവസാനം ലഡു പൊട്ടി. അതെങ്ങനെയാണെന്നറിയാം? ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചു, രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും? ക്ലിക്കായി. രാജമാതാ ശിവകാമി ദേവി ബാഹുബലി കണ്ടിട്ടില്ലേ? കണ്ടില്ലേ? രാജാവിന്റെ അമ്മ പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല. അതുകൊണ്ടാണ് ബൽവാൻ ദേവൻ ആരെ കൊന്നുകളഞ്ഞത്? അമ്മയെ തന്നെ കൊന്നുകളഞ്ഞത്. രാജമാതാവ്, രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഭാര്യ ഈ റോഡിലൂടെ പോകുമ്പോ നമ്മൾ ഒരു വണ്ടി സൈഡാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ആരാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.
പ്രഥമ പൗരന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ പദവികളാണ്. അതിലാണ് കൈകയുടെ മനസ്സ് കലുഷിതമാവുന്നതും എങ്ങനെയാണ് എനിക്ക് രാജമാതാവാകുവാൻ കഴിയുന്നത് ആ വിദ്യക്കാർ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ രാമായണം നമുക്ക് പിന്നീട് വിസ്തരിച്ച് പഠിക്കാം. രാമായണ കാലാകുമ്പോൾ നമുക്ക് രാമായണം നന്നായിട്ട് പഠിക്കണം. നമ്മൾ 7 കാണ്ഡങ്ങളിൽ രാമായണം നമ്മളിപ്പോ IAS-ന്റെയും സിവിൽ സർവീസിന്റെയും രാമായണത്തിന്റെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. 1-ാം തീയതി തുടങ്ങിയതാണ്. നിങ്ങളുടെ ഈ ജില്ലയുടേത് 14-ാം തീയതിയാണ്. എറണാകുളത്ത് തൊട്ടടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതിൽ എല്ലാ സ്ഥലത്തും 250 ഇപ്പോൾ വയനാട്ടിൽ 388 കുട്ടികളുണ്ടായിരുന്നു. ചുമ്മാ രാമായണം പഠിപ്പിക്കുന്നു പറഞ്ഞ ഒരൊറ്റ ഇന്ന് കുട്ടികൾ വിടില്ല. കുറച്ച് കുട്ടികൾ വരും. ആദ്യത്തെ ദിവസം 10 കുട്ടികൾ, പിന്നെ 5 കുട്ടികൾ, പിന്നെ നമ്മൾ പായസമൊക്കെ കൊടുത്തു. ഇതിലൊന്നും കുട്ടികൾ വീഴില്ല. കാരണം ഈ കാലഘട്ടത്തിൽ എന്ത് കൊടുക്കേണ്ടതുണ്ടോ അത് കൊടുത്താൽ മാത്രമേ മക്കൾ കിട്ടുള്ളൂ. മദ്രസയിൽ 1.5 മണിക്കൂർ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവർ ഡോക്ടർ ആവുന്നില്ലേ, എഞ്ചിനീയർ ആവുന്നില്ലേ, കലക്ടർ ആവുന്നില്ലേ? മതവിദ്യാഭ്യാസം ഏതെങ്കിലും തരത്തിൽ അവരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആത്മഹത്യയിൽ 95% ഹിന്ദു ആകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ നമുക്ക് മതവിദ്യാഭ്യാസം ഇല്ല, ധാർമ്മിക വിദ്യാഭ്യാസം. ആ ധാർമ്മിക വിദ്യാഭ്യാസത്തെ ക്ലബ് ചെയ്യണം. ഏതുമായിട്ട്? സിവിൽ സർവീസുമായിട്ട്. ഇപ്പൊ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും ഉന്നതമായ പൊസിഷനാണ്. ബ്യൂറോക്രസി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്. ഡെമോക്രസി 5 കൊല്ലം കൂടുമ്പോൾ മാറും. ബ്യൂറോക്രസി 55-ാമത്തെ വയസ്സിലേ മാറുള്ളൂ. റിട്ടയർഡ് ആവുക 55-ാമത്തെ വയസ്സിലാണ്. അപ്പൊ അതുവരെ രാജ്യത്തെ നയിക്കുന്ന ബ്യൂറോക്രാറ്റുകൾക്ക് ഉയർന്ന ധാർമ്മിക ബോധം ഉണ്ടാകും. മഹാരാഷ്ട്രയിൽ ഒരു IAS-കാരനെ പിടിച്ചപ്പോൾ വീട്ടിൽ 380 കോടിയാണ്. 380 കോടി. ഒരു ഹിന്ദു വിരുദ്ധ കലാപത്തിന് മൗന സപ്പോർട്ട് കൊടുത്ത ഒരു കലക്ടർ ഞങ്ങൾക്കുണ്ടായിരുന്നു മാറാട് കലാപത്തിന്റെ സമയത്ത്. അവിടെ വലിയ ആരോപണങ്ങൾ ഉണ്ടായി. ഇപ്പൊ രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള ബോധമില്ലാത്ത ആളുകൾ അക്കാദമിക് വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും നമ്മുടെ കലക്ടറോ പോലീസ് ഓഫീസറോ ആയിരുന്നു. ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയ ഒരാളില്ലേ, കമ്മീഷണർ, ആള് എത്ര അപമര്യാദയായിട്ടാണ് ആൾ നോക്കൂ. ഒരു പോലീസ് കമ്മീഷണറൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പദവിയാണ്. മറിച്ച് ഇയാൾ യൂണിഫോം അടിച്ചു വെച്ചാൽ നമ്മൾ ബഹുമാനിക്കും, ഒരു സാധാരണ പൗരൻ തന്നെയാണ്. അപ്പൊ അയാൾ പറയാണ് കൊണ്ടുപോടാ നിന്റെ പട്ടാണ്. അതായത് നമ്മുടെ ആനയ്ക്ക് പട്ട കൊടുക്കില്ലേ, ആനയ്ക്ക് വിശക്കുമ്പോ പട്ട കൊടുത്തില്ലെങ്കിൽ ആന അപകടകാരിയാവില്ലേ? അപ്പൊ ഈ ഒരു ബോധം പോലും ഒരു കമ്മീഷണർക്ക് ഇല്ലാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടാതെ അയാൾ കമ്മീഷണർ ആയതുകൊണ്ടാണ്. ആ ധാർമ്മിക ബോധമുള്ള കുട്ടികൾ കലക്ടറും കമ്മീഷണറും നമ്മുടെ മരങ്ങളൊന്നും കാട്ടിൽ ബാക്കിയില്ല. IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസുമാണ്. അപ്പൊ ഫോറസ്റ്റ് സർവീസ് കഴിഞ്ഞ് വരുന്നവര് ധാർമ്മിക ബോധം ഉണ്ടെങ്കിൽ മരം അവിടെ ഉണ്ടാവില്ല, ഒരൊറ്റ മരം ഉണ്ടാവില്ല. അവരെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇത് മുഴുവൻ നമ്മൾ ക്ലബ് ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ തൊട്ട് നമസ്കരിക്കാൻ പറയുന്നത് പഠിപ്പിച്ചതാണോ? ചവിട്ടിപ്പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചോ. മക്കളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം, ഇതൊക്കെ പഠിപ്പിക്കണം. ഇപ്പൊ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, അങ്ങനെ ആര് വന്നു? 3 മണി ചോദിച്ചു, വാക്കിതാ പറഞ്ഞത്. എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞതും മഹാബലി അങ്ങ് ആകാശം വിട്ട് വളർന്നു. 2 അടി കൊണ്ട് സമസ്ത ലോകം അളന്നു. 3-ാമത്തെ അടി പൊക്കി വെച്ചിട്ട് ചോദിച്ചു, എവിടെ മോനെ സ്ഥലം എന്ന് ചോദിച്ചു. ഈ ഭഗവാന്റെ വിശ്വം മുഴുവൻ നാഥനായ ഭഗവാന്റെ മുന്നിൽ 3 അടി അളന്നെടുത്തോളാൻ പറയാം. നമ്മളാര്? മൂപ്പരല്ലേ ഈ ഭൂമി. ഇപ്പൊ ഈ രാജ്യത്തിലെ മൊത്തം ഭൂമിയുടെ ഉടമസ്ഥനാരാ? ആധാരിപ്പം നമ്മുടെ പേരിലാണെങ്കിൽ രാഷ്ട്രപതിയാണ്. നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ വാഹനത്തിന്റെയും അധിപനാരാ? രാഷ്ട്രപതി. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ വണ്ടി പിടിച്ചെടുത്താൽ നമുക്കൊരു കോടതിയിലും കേസ് നടത്താൻ പറ്റില്ല. എന്റെ വണ്ടി പിടിച്ചു. ഈ നാടിന്റെ വാഹനങ്ങളുടെ സ്വത്തിന്റെ മൊത്തം അവകാശികൾ ആരാണ്? രാഷ്ട്രപതിയാണെന്ന് മനസ്സിലാക്കണം. ഈ വിശ്വത്തിന്റെ ഉടമസ്ഥനോടാണ് മഹാബലി പറയുന്നത് എടുത്തോളൂ എന്ന്. അവിടെയാണ് മഹാബലിയെ അനുഗ്രഹിച്ചു. വാമനൻ പിറന്ന ദിവസമാണ്, വാമന ജയന്തിയാണ് നമുക്ക് ഓണം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, അടുത്ത പരശുരാമൻ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രാജനൈതിക രംഗത്തെ ശുദ്ധീകരിക്കുവാൻ പരശു മഴുകൊണ്ട് ശില കൊണ്ട് മഴുണ്ടാക്കിയ പരശുരാമൻ. 7-ാമത്തെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ രമിപ്പിക്കുന്നവൻ, രാമന്റെ അയനം രാമായണം. ഏതൊരാളുടെ പേര് കേട്ടാലാണോ ത്രേതായുഗവും ധാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലും നാം സന്തോഷിക്കുന്നത്, അത് രാമൻ. 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിൽ ഈ ലോകത്തിലെ ഉത്തമ മനുഷ്യനെ കുറിച്ച്, ഒരു നല്ല പുത്രനെ കുറിച്ച്, നല്ല സഹോദരനെ കുറിച്ച്, നല്ല കൂട്ടുകാരനെ കുറിച്ച്, സർവോപരി ഒരു നല്ല ഭർത്താവിനെ കുറിച്ചും നല്ല രാജാവിനെ കുറിച്ചും ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചെന്ന രാമനാണ് 7-ാമത്തെ അവതാരം. നമുക്ക് പിന്നീട് അത് വിസ്തരിച്ച് പഠിക്കാം. 8-ാമത്തേത് ബലരാമൻ. കൃഷി, ഗോരക്ഷാ, വാണിജ്യം. ഇവിടെ അവസാനം ഒരു ശ്ലോകം ചൊല്ലി, സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ ഈ 3-ാമത്തെ വരി എടുത്തിട്ട് ചില ആൾ കളിക്കും. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം.
ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാവണം. ലോക സമസ്ത സുഖിനോ ഭവന്തു, എന്നാലേ ലോകത്തിന് സുഖം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്കൊന്നും സുഖം വേണ്ടേ എന്നാണ് ചോദ്യം. അതിന്റെ മുകളിൽ മറ്റു രണ്ടുപേരുണ്ട്. സ്വസ്തി, എല്ലാവർക്കും ശാന്തി. പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകൾ പരിപാലിക്കപ്പെടണം. എങ്ങനെ? ന്യായേണ മാർഗേണ, ന്യായത്തിന്റെ മാർഗത്തിൽ. ആരാൽ? മഹിം മഹീഷ, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരാണ്. ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിൽ പ്രജകളെ പരിപാലിച്ചാൽ എവിടെയും ശാന്തി, സമാധാനം. ഗോ ബ്രാഹ്മണേഭ്യ, ഗോ എന്നാൽ കൃഷി, കൃഷി മേഖലയും. ബ്രാഹ്മണൻ, സമൂഹത്തെ നയിക്കുന്നവൻ, ബ്രഹ്മതത്വത്തെ അറിഞ്ഞവൻ, നല്ല ശാസ്ത്രകാരൻ, നല്ല അധ്യാപകൻ, എപ്പോഴും ബ്രാഹ്മണനായിരിക്കണം. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമധമ ഇത്യാദീനി കർമാണി, ശമവും ധമവും ഉള്ളവൻ ബ്രാഹ്മണൻ. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവന്റെ പേരാണ് ബ്രാഹ്മണൻ. അച്ഛനാര് അമ്മയാരെന്ന് ചോദിക്കരുത്. വേദവ്യാസൻ വേദങ്ങളെ നാലായി പകുത്തവൻ. പരാശരൻ എന്ന മുനിക്ക് സത്യവതി എന്ന മുക്കുവസ്ത്രീയിൽ ഉണ്ടായ മകനാണ് എന്ന് നാം അറിയണം. വ്യാസോച്ചിഷ്ടം ജഗൽ സർവം എന്ന് പറയുമ്പോൾ വേദങ്ങളെ നാലായി വ്യസിച്ചവൻ പോലും മുക്കുവനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജാതി ഏതായി എന്ന് പറഞ്ഞ OBC-കാരനാ, യാദവകുല വംശജനാ. യാദവകുല വംശം ലാൽ പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് എന്ന് കേട്ടിട്ടില്ലേ? OBC-കാരാ. അപ്പോൾ ഈ ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പവിത്രമായ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ടാണ് ഭീമന്റെ ഒരു ഭാര്യയുടെ പേര് ഹിഡുംബി, വനവാസി, ആദിവാസി പെൺകുട്ടിയായിരുന്നു. അർജുനന്റെ ഒരു ഭാര്യയുടെ പേര് ഉലൂബി, മത്സ്യകന്യകയായിരുന്നു. അംഗരാജ്യത്തിലെ രാജാവാകുവാൻ അതിരഥന്റെ അലക്കുകാരന്റെ പുത്രനായ കർണന് കഴിഞ്ഞിട്ടുണ്ട്. ഭീമൻ കളിയാക്കിയെങ്കിലും ദുര്യോധനും ധൃതരാഷ്ട്രം ചെയ്ത് രാജാവാക്കിയിട്ടുണ്ട്. അതിരഥന്റെ മകന് രാജാവാകുവാൻ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് 500 വർഷത്തിനിടയിൽ വന്നാണ് ഹിന്ദുക്കളായിട്ട് അതുകൊണ്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിയെയും വാണിജ്യത്തെയും സംരക്ഷിച്ച് കലപ്പ ആയുധമായ ബലരാമൻ, പിന്നീട് ശ്രീകൃഷ്ണൻ. ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഭഗവത്ഗീത പഠിച്ചേ മതിയാവുള്ളൂ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചൊരു യോദ്ധാവ് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. ഒരു പട്ടാളത്തിന്റെ കമാൻഡർ ഇൻ ചീഫ്, അയാളുടെ പേര് അർജുനൻ. അയാൾ പറഞ്ഞു, ഞാൻ സന്യസിക്കാൻ പോയാൽ. ചിന്താവിഷ്ടയ ശ്യാമള കണ്ടിട്ടില്ലേ? അല്ലേ ശ്രീനിവാസൻ സന്യസിക്കാൻ പോകുന്നു. അപ്പൊ ഒരു പണിയും എടുക്കാണ്ട് മടിയനുള്ളതല്ല എന്തത്? സന്യാസം. സന്യാസം എന്ന വാക്കിന്റെ അർത്ഥം സർവസംഘ പരിത്യാഗം സമം സന്യാസം. സംഘം എന്നാൽ ആഗ്രഹം, സകല ആഗ്രഹങ്ങളെയും ത്യജിക്കലാണ് സന്യാസം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവർക്കും സന്യാസിയാകാൻ പറ്റില്ല. 10 ലക്ഷം ആളിൽ ഒരാൾക്കൊക്കെയാണ് സന്യാസിയാകാൻ പറ്റുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ സർവസംഘങ്ങളെയും ത്യജിച്ച ആ സന്യാസിമാരുടെ തലത്തിലേക്ക് ഉയർന്ന ആ ചിന്താമണ്ഡലത്തെ നമുക്ക് രൂപപ്പെടുത്തി തന്നു ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ. ആ ഭഗവത്ഗീത അർജുനന് കൊടുത്ത ഉപദേശമാണ് 18 അധ്യായം 700 ശ്ലോകങ്ങൾ. അവൻ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ദേഹവിയോഗം ചെയ്തിട്ട് 5126 വർഷമായി. ഭഗവാന്റെ ജീവിതം പഠിക്കണം, രാമന്റെ ജീവിതം പഠിക്കണം. നമുക്ക് രാമനെ മാതൃകയാക്കണം, കൃഷ്ണന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കണം. കൃഷ്ണന്റെ എല്ലാ കാര്യവും നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല. 8 കല്യാണം കഴിച്ചിട്ട് 80 മക്കളുണ്ട്, നടക്കുന്ന കാര്യമല്ല. ഭഗവാൻ 8 കല്യാണം കഴിച്ചിട്ട് സത്യഭാമയും രുക്മിണിയും ജാമ്പവിയും അടക്കം 8 ഭാര്യമാരുണ്ട്, 80 മക്കളുണ്ട്. ഈ മക്കൾ തമ്മിൽ തല്ലി ചാകുന്നതും ഭഗവാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യമുണ്ട്, ഈ സ്വന്തം മക്കളെ രക്ഷിക്കാൻ ഭഗവാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. മരണത്തിൽ നിന്ന് ആര് രക്ഷിക്കാൻ ഭഗവാൻ കഴിയോ? ആർക്കും മരണത്തെ തടുക്കുവാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് തിയറികളെയും ഒരുപാട് ഫിലോസഫികളെയും ഒരുപാട് ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ പഠിക്കുവാനുള്ള ഒരു മനോഹരമായ അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും ഇത്രയും സമയം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാൻ കഴിഞ്ഞു. രാമനെ കുറിച്ച് സംസാരിച്ചാൽ നിൽക്കില്ല. അത്രയേറെ ഒരു വലിയ സർവകലാശാലയാണ് രാമൻ. രാമന്റെ ഓരോ വാക്കുകൾ, രാമൻ സീതയോട് പറയുന്ന വാക്കുകൾ, സീതയെ അവഹേളിക്കുന്നുണ്ട് രാമൻ. കർമ്മഫല സിദ്ധാന്തത്തിന് ഉത്തമ ഉദാഹരണമാണ്. ഒരാരോപണം ഉണ്ടാകാൻ പാടില്ലാത്ത ആളാണ് രാമനെങ്കിലും ഏറ്റവും കൂടുതൽ ആരോപണം ഉള്ളത് ആരെ കുറിച്ചാ? രാമനെ കുറിച്ച് തന്നെയാണ്. സീതയെ അഗ്നിയിലൂടെ നടത്തിച്ചു എന്ന്. അത് സീത ഒരു പാപം ചെയ്തു, ലക്ഷ്മണനോട് പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു, ഇല്ലേ? അതുകൊണ്ട് കർമ്മഫലം അനുഭവിച്ചേ മതിയാവുള്ളൂ. സീതയ്ക്ക് നടക്കേണ്ടി വന്നു. ബാലിയെ പിറകിൽ നിന്നും കൊന്നു. നേരിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലിയാളെ തട്ടിക്കളയും, രാമനെ തട്ടിക്കളയും. കാരണം എന്തുകൊണ്ടാ? നേരിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പകുതി ശക്തി ആർക്ക് പോവും? ബാലിക്ക് പോവും. രണ്ടാമത്തെ ഫൈറ്റിങ്ങിന് മുഴുവൻ ശക്തിയും പോവും. ഒരൊറ്റടി കാര്യം മരിച്ചു പോവും, രാമൻ തന്നെ മരിച്ചു പോകും. കാരണം വരങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരിക്കാൻ പറ്റില്ല. പണ്ട് ഭഗവാൻ പരമേശ്വരൻ ഭസ്മാസുരന് വരം കൊടുത്തറിയില്ലേ? ആ വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. എന്താ വരം വേണ്ടത്? ഞാൻ ആരുടെ തലയിൽ വെച്ചാലും ആ ഒരു ഭസ്മായി പോകണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആളിൽ ഇതൊന്നും പരീക്ഷിക്കണമല്ലോ. ഭഗവാൻ ഒന്നും കൊടുക്കൂ, ഞാൻ കൈവക്കട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ ഓടിയ അവിടെ പുല്ല് മുളച്ചിട്ടില്ല. അപ്പൊ ശിവനാണ് അനുഗ്രഹം കൊടുക്കുന്നതെങ്കിലും ഈ അനുഗ്രഹത്തിന്റെ ദൂഷ്യം ആരും അനുഭവിക്കേണ്ടി വരും? ശിവനും അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം നാം മറക്കരുത്. അപ്പൊ ഇതെല്ലാം ഫിലോസഫികളുമാണ്, ഇതെല്ലാം നമ്മുടെ ജീവിതമാണ്. മഹാഭാരതം പഠിക്കുമ്പോൾ ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ടു. ഗംഗയോട് പറഞ്ഞു കല്യാണം കഴിക്കണം. ഗംഗ പറഞ്ഞു കല്യാണം കഴിക്കാം, പക്ഷേ എന്റെ ഒരു ഇഷ്ടത്തിനും എതിര് പറയരുത്. ഒന്നാമത്തെ കുട്ടി ജനിച്ചു, നദിയിൽ കൊണ്ടുപോയിട്ടിട്ടു. രണ്ടാമത്തെ കുട്ടി ജനിച്ചു, 7 കുട്ടികളെ കൊണ്ടുപോയി നദിയിലിട്ടു. 8ാമത്തെ കുട്ടിയെ കൊണ്ടുപോയിട്ട് നദിയിലിടുമ്പോൾ കൈ പിടിച്ചു.
രണ്ട് തരം ലവ് ഉണ്ട്, കണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട ലവിന്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ്. ഒരു തരത്തിലുള്ള കണ്ടീഷൻ വെക്കരുത്. നിന്നെ ഞാൻ നോക്കുന്നത്, നിങ്ങൾ ഈ പ്രസവിച്ചിട്ട് കണക്കിടക്കിടക്ക് കുട്ടികളോട് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നിന്നെ പ്രസവിച്ചത് വലുതായിട്ട് എന്നെ നോക്കുവാനാണ്. ഒരു കാരണവശാലും അവർ നോക്കാൻ സാധ്യതയില്ല. ഒരിക്കലും ആ കണക്ക് പറയരുത്. അൺകണ്ടീഷൻ ആയിരിക്കണം എല്ലാ ലവ്. അവിടെയാണ് പരമേശ്വരന്റെ കുടുംബ സംവിധാനം. നോക്കൂ, പരമേശ്വരൻ, പാർവതി ദേവി, അന്നത്തെ അണുകുടുംബ, രണ്ടാൺമക്കള്. ആ കൂട്ടത്തിൽ കഴുത്തിലൊരു പാമ്പുണ്ട്, ഗണപതിക്ക് ഒരു എലിയുണ്ട്, സുബ്രഹ്മണ്യന് ഒരു മയിലുണ്ട്, പരമേശ്വരനൊരു കാളയുണ്ട്, പാർവതി ദേവിക്ക് ഒരു സിംഹമുണ്ട്. ഒരു എലിയെ കണ്ടാൽ നിങ്ങളുടെ ആലുവ പ്രദേശങ്ങളിൽ പാമ്പ് ഹവാറി എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഒരിക്കലും ഗണപതിയുടെ എലിയെ പിടിച്ചിട്ടില്ല. പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിന്റെ മാംസത്തോടാണ് മയിലിനേറെ പ്രിയം. പക്ഷേ സുബ്രഹ്മണ്യന്റെ മയിൽ ഈ പാമ്പിനെ പിടിക്കില്ല. പാർവതി ദേവിയുടെ സിംഹത്തിന് ഏറെ പ്രിയമുള്ള മാംസമാണ് പരമേശ്വരന്റെ കാളയുടെ മാംസം. പക്ഷേ ഈ കാളയെ ഇന്ന് രാവിലെ അവരാരും പിടിച്ചിട്ടില്ല, സിംഹം പിടിച്ചിട്ടില്ല. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യം: ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, പരസ്പര വിശ്വാസം. ഇതെല്ലാം ഒരൊറ്റ ഫോട്ടോയിൽ കാണാം. ഒരൊറ്റ ഫോട്ടോയിൽ ഇതൊക്കെ ഉണ്ട്. ചുമ്മാ ഫോട്ടോ വരച്ചു വെച്ചൊന്നുമല്ല. വിഷ്ണുവിന്റെ 4 കൈ എന്തൊക്കെയൊന്ന്? ശംഖ്. ശംഖ് ഒരു ജലജീവിയാണ്. ശരീരത്തെ ഉപേക്ഷിച്ചു, നമ്മൾ ഊതി ഓങ്കാരം പുറത്തേക്ക് വന്നു. അത് എന്ത് പ്രതികരിക്കുന്നു? ശംഖ് വേദാന്തത്തെ. രണ്ടാമത്തെ കയ്യിൽ ചക്രം, നിരന്തരം ചലനം. ചലനം, രാപ്പകൽ ചലനം. ചലനം എന്നത് ജീവിതധർമ്മം. നിരന്തരമായ ചലനം, അത് അസ്ത്രമാണ്, ദൂരെ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. ശസ്ത്രം കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത്. ഭഗവാന്റെ രണ്ടാമത്തെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. മൂന്നാമത്തെ കയ്യിൽ എന്താ? ഗദ, തച്ചുടക്കുക. അത് ശസ്ത്രമാണ്, അടുത്തുനിന്ന് അറ്റാക്ക് ചെയ്യുക. ഈ ഗദയും നമ്മുടെ ചക്രവും ഇല്ലെങ്കിൽ ഭഗവാന്റെ 2 കയ്യിലുള്ള വേദാന്തവും കാണൂല, താമരയും കാണൂല. നാലാമത്തെ കയ്യിൽ എന്തുണ്ട്? താമരയുണ്ട്. താമര ഇവിടെ വളരെ ചെളിയിലാണ്. പക്ഷെ ചെളി താമരയെ സ്പർശിക്കുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും ചെളിയുടെ ദുർഗുണങ്ങൾ താമരയെ സ്പർശിക്കുന്നില്ല. പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാണ്. ചെളിയിൽ വളരുന്ന താമര പൂജാപുഷ്പങ്ങളിൽ ഒന്നാമനാകുന്നത് ചെളിയുടെ ദുർഗുണങ്ങൾ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ വളരെ മദ്യപാനികൾക്ക് നടുവിലാവട്ടെ. നിങ്ങൾ കുട്ടികളെ നോക്കുന്നുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾക്കിടയുടെ മദ്യത്തിൽ നമ്മുടെ കുട്ടി പഠിക്കട്ടെ. അവനെന്തിന് സിറിഞ്ച് കുത്തിവെക്കണം? വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കണ്ടവന്റെ കൂടെ സൈക്കിളിൽ കയറി തെറ്റായ പ്രണയത്തിൽപ്പെട്ട് ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിലേക്ക് എന്തിന് നമ്മുടെ പെൺമക്കൾ വരണം? എന്തിനു വരണം? അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വം അവൻ ഊട്ടി ഉറപ്പിക്കേണ്ടത് ഇംപ്രിന്റിംഗ് പീരീഡ് 10 വയസ്സിനുള്ളിലാണ്. അതുകൊണ്ട് ചുടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എന്തായാലും രാമൻ അതിന് മാതൃകയാണ്. കുഞ്ഞായി ജനിച്ച് തന്റെ ദൗത്യം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം രാമൻ കടൽ ചാടി ചത്തു എന്നൊക്കെയാണ് ശില്പിയിലിടം പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ പാലാഴിയിൽ വസിക്കുന്ന ആ വൈകുണ്ഠനാഥനിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങിച്ചെന്ന് വിഷ്ണുവിൽ ലയിച്ചു. വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് രാമനും കൃഷ്ണനും വരുന്നത്. അപ്പൊ വിഷ്ണു അവിടെ തന്നെ ഉണ്ടോ? വിഷ്ണുവിന്റെ ശക്തി ചൈതന്യത്തിൽ നിന്ന് രാമനും കൃഷ്ണനും പരശുരാമനും ഒക്കെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് രാമൻ സമസ്ത ലോകത്തിനും രാമനെ കുറിച്ച് പറയുന്നു. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം എന്ത്? അത് രാമനാണ്. അപ്പൊ ആ രാമന്റെ ക്ഷേത്രം നമുക്ക് തിരിച്ചു കിട്ടി. അയോധ്യയാണ്. ആരും പോയിട്ടുണ്ടോ? നമുക്ക് പോകണം. ഞങ്ങൾ ഈ സെപ്റ്റംബർ 23 യാത്രയുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാം. അയോധ്യയിൽ പോകുമ്പോൾ കാശിയും മധുരയും കാണാതെ പോയാൽ നമുക്ക് നഷ്ടമാണ്. അയോധ്യയിൽ പോകുവാൻ 2 ദിവസം ട്രെയിൻ ഇരിക്കണം. പിന്നെ അവിടുന്ന് പിന്നെ ഒരു 6 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം, കാശിയിലെത്താം. പിന്നെ ഒരു 9 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരയിലെത്താം. മധുരയിൽ ഭഗവാൻ ജനിച്ച ജയിലിലേക്ക് കുറച്ച് സമയം ഇരിക്കുക. ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാ. 5100 കൊല്ലം മുമ്പ് ദേവകിയുടെ മകനായിട്ട് ഭഗവാൻ ജനിച്ചത് ഈ ജയിലിലാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു ചുമര് കണ്ട പള്ളിയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ കയ്യിലെ പാല് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ തലയൊക്കെ ഒഴിക്കാം. പക്ഷെ വിശ്വനാഥന്റെ ക്ഷേത്രത്തിൽ നന്ദികേശൻ നോക്കി നിൽക്കേണ്ടത്, നന്ദികേശൻ ശ്രീകോവിലേക്ക് നോക്കണം. പക്ഷെ ശ്രീകോവിലിന്റെ സ്ഥാനത്ത് പള്ളിയാണ്. അതുകൊണ്ടാണ് അയോധ്യയും കാശിയും മധുരയും നമുക്ക് തിരിച്ചു കിട്ടിയേ മതിയാവുള്ളൂ എന്ന്. ഇവിടുന്ന് നിങ്ങൾ എന്ത് വിപ്ലവം പറഞ്ഞാലും അയോധ്യയിൽ ചെന്നാൽ നമ്മൾ ഓരോരുത്തരും പറയും ഇത് 3 നമുക്ക് തിരിച്ചു വേണം. അയോധ്യ തിരിച്ചു കിട്ടി, കാശിയും മധുരയും തിരിച്ചു കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു മതിലില്ലേ? ആ മതിലിന്റെ മുന്നിൽ പിന്നെ ഒരു ക്ഷേത്രത്തിന്റെ കൊടിമരമുണ്ടെങ്കിൽ ആ കൊടിമരത്തിന്റെ സ്ഥാനത്ത് ഒരു പള്ളി വന്നാൽ ഇതാണ് മതേതരത്വം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് കാണണം, ഭാരതത്തെ അറിയണം, ഭാരതത്തോടെ യാത്ര ചെയ്യണം. കാരണം രാമനെ കുറിച്ച് പറയുമ്പോൾ അയോധ്യയിലാണ് രാമൻ ജനിച്ചത്. പക്ഷെ പിതൃത്വം നടത്തിയത് ഇവിടെയാണ്, രാമേശ്വരത്താണ്. ഈ പത്തനംതിട്ടയിൽ ഞങ്ങൾ മെഞ്ഞാന്ന് പോയപ്പോൾ പറഞ്ഞു അവിടെ ഒരു സ്ഥലമുണ്ട് പോലും, സീതത്തോട്. സീത അവിടെ നിന്നാണ് കുളിച്ചത് പോലും. കൊട്ടിയൂരിൽ മഹായാഗം നടത്തി ദക്ഷൻ, കണ്ണൂർ ജില്ലയിൽ, ഞങ്ങൾ തൊട്ടടുത്ത ജില്ലയിലാണ്. ഈ ഭാരതം എന്നും ഏകമാണ്. കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ്.
നമ്മൾ മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് വിശ്വസിച്ച് നാട്ടുകാർ മൊത്തം മരിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോഴും പോകുന്നു സന്യാസിമാർ. അതെവിടെയാ? കാശി. പരമേശ്വരന്റെയും പാർവതിയും അവിടെയാണ് താമസിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. മധുരയിൽ ചെന്നാൽ യമുനാ നദി അവിടെയുണ്ട്, നന്ദനോദ്യാനം അവിടെയുണ്ട്, നമ്മുടെ ഭഗവാൻ ആടിക്കളിച്ച ഗോവർദ്ധനം ഒക്കെ അവിടെയുണ്ട്. പക്ഷെ ചില ടൗണൊക്കെ ആയിട്ടുണ്ട്. പഴയ സങ്കല്പമൊന്നും ഉണ്ടാവരുത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓർക്കുക, ഭഗവാന്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണ്, അല്ലാണ്ട് ഭഗവാന്റെ കാലത്തുള്ള അതേ ബിൽഡിംഗ് ഒന്നുമില്ല. ബിൽഡിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഭാരതത്തെ അറിയുക, രാമനെ അറിയുക, കൃഷ്ണനെ അറിയുക. എന്തായാലും കർത്താസാർ വിളിച്ചു, സന്തോഷത്തോടു കൂടി വന്നു. ആ കുടുംബത്തെ മുഴുവൻ പരിചയപ്പെട്ടു. ഏറ്റവും വിശാലമായ, വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബം. ആ കുടുംബത്തിന്റെ കുടുംബ സംഘവും കൂടിയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഈ ഒരു പുണ്യ ദിവസത്തിൽ ഒന്നിച്ചു ചേരുക. നമ്മളും അത് മാതൃകയാക്കണം. നമ്മുടെ കുടുംബം വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഇനി നമുക്ക് സ്വന്തമായിട്ട് ക്ഷേത്രവും കുടുംബക്ഷേത്രവും ഇല്ലെങ്കിൽ ഓണത്തിനും വിഷുവിനെങ്കിലും നമ്മൾ ഒന്നിച്ചു വരിക. കുടുംബം ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. പുതിയ തലമുറക്ക് പല ആശയങ്ങളും കൈമാറുവാൻ കഴിയും. അവരെ കുറിച്ച് നമുക്ക് ഒന്നിച്ചു ചിന്തിക്കാം, ഒന്നിച്ചു വരാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.